ആമേൻ. 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 കർത്താവ് നമ്മളെ സകലത്തിലും അനുഗ്രഹമാക്കി തീർക്കുന്നതിന് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ സകല കാര്യത്തിലും സൂക്ഷിക്കുന്നല്ലോ. ദൈവം നമ്മളെ സകലത്തിലും അനുഗ്രഹവും അത്ഭുതവുമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ വൻ കൃപകൾക്കായി സ്തുതിക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവെ, നമ്മൾ എല്ലാ ദിവസവും വിശ്വാസ പ്രഖ്യാപനം പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മൾ എന്താണോ ക്രിസ്തുവിൽ ആരാണോ നമ്മൾ, അതാണ് വിശ്വാസ പ്രഖ്യാപനം. സ്ക്രീനിൽ കാണുന്നവർ എൻ്റെ കൂടെ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും സമ്പന്നതയിലുമാണ്. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പറയുവാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എൻ്റെ കൂടെ ഏറ്റു പറഞ്ഞവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. കർത്താവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നമുക്കിന്നും പ്രാർത്ഥിക്കാം. വലിയ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യും. നമ്മൾ ഇന്നലെ കേട്ട വചന ഭാഗം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഓർമ്മയിലുള്ള ആരെങ്കിലും ഉണ്ടോ? ഇന്നലെ കേട്ട വചന ഭാഗം എന്തായിരുന്നു? വചന ചിന്ത എന്ന് ഓർക്കുന്നുണ്ട്? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. ആമേൻ. നമ്മൾ ഇന്നലെ കേട്ടു, ദൈവത്തിൻ്റെ ഒരു വ്യക്തിക്ക് വിളിച്ചു വരുത്തുവാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. വിളിച്ചു വരുത്തുവാനുള്ള കപ്പാസിറ്റി, നന്മയെ വിളിച്ചു വരുത്തുവാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിഞ്ഞോണം. ഇന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുന്ന സമയത്ത് ഞാൻ പറയുകയാണ്, നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കാൻ വേണ്ടി അല്ല യേശു ക്രൂശിൽ മരിച്ചത്. ഒരു സാധാരണ വ്യക്തിയെപ്പോലെ ജീവിതം തീർക്കാൻ വേണ്ടി അല്ല യേശു ക്രൂശിൽ മരിച്ചത്. കർത്താവ് ദൈവപുത്രനായ ക്രിസ്തു എങ്ങനെയാണോ ജീവിക്കുന്നത് അതേപോലെ എന്നെ, അതുകൊണ്ടാണ് ബൈബിൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, എന്നെ ഒരു കർത്താവ് ഒരിക്കലും ദാസനെന്നോ ഒരു എന്താ പറയുന്നത് വഴിന്ന് കിട്ടിയ ഒരു വ്യക്തിയൊന്നും അല്ല അവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. മകൻ എന്ന വാക്ക് തന്നെയാണ്, മകൾ എന്ന വാക്ക് തന്നെയാണ്. അതുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും തകർന്നു പോകുവാൻ ഇടയാകത്തില്ല. നാം ദൈവത്തിൻ്റെ മക്കളാണ്. മക്കളെങ്കിലോ നാം അവകാശികളാണ്. വേഗത്തിൽ തന്നെ കർത്താവിൻ്റെ വചനത്തിലേക്ക് പോകാം. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണം. മൈക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്താട്ടെ. ഒരുമിച്ച് നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ദൈവവചനങ്ങളെ കേട്ട് ബലപ്പെടാം. കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റിയിരിക്കും. നിങ്ങൾ ഏത് വിഷയത്തിലൂടെ കടന്നു പോയാലും ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾ പുറത്തു വരും. ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുമല്ല. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബ്രദർ ഇങ്ങനെ മോട്ടിവേഷൻ സ്പീക്കറെ പോലെ എല്ലാ ദിവസവും രാവിലെ ഇരുന്നു അല്ലെങ്കിൽ എല്ലാ ദിവസവും സൂമീറ്റ് ഇരുന്നു കൊണ്ട് മാറും എന്ന് പറയുന്നില്ല. എൻ്റെ നിങ്ങളുടെ ഉറപ്പ് യേശു ഭൂമിയിൽ വന്നതാണ്. നിങ്ങൾ പഴയ നിയമം വായിക്കുന്ന സമയത്ത് യേശു വന്നിട്ടില്ല. വാഗ്ദത്ത തലമുറയായ ക്രിസ്തുവിനെ കാത്തിരിക്കുന്ന ജനം. ഇന്ന് ലോകത്തിൽ നിങ്ങൾ ഇസ്രായേലിനെ നോക്കി, നമുക്കറിയാം ആശയപരമായിട്ടും ലോകത്തിൻ്റെ പലവിധമാകുന്ന നമ്മുടെ ചിന്താഗതികൾ തമ്മിൽ നമുക്ക് ഒത്തിരി വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പഠിക്കണം. ഇസ്രായേലിനെ പറ്റി പഠിക്കണം, അവരുടെ നിലനിൽപ്പിനെ പറ്റി പഠിക്കണം, അവരുടെ ജീവിത സാഹചര്യത്തെ പറ്റി പഠിക്കണം, അവർ വന്ന വഴിയിലൂടെ നടക്കണം. നമുക്കറിയാം ബൈബിളിൽ വ്യക്തമായിട്ട് അവരുടെ ചരിത്രം എഴുതപ്പെട്ടിരിക്കുന്നു. ഇനി വരാൻ പോകുന്ന ഇസ്രായേലിൻ്റെ ചരിത്രത്തെ പറ്റിയും വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അവർക്ക് യേശുവിനെ ലഭിച്ചിട്ടില്ല, അവരിപ്പോഴും യേശുവിനെ അംഗീകരിച്ചിട്ടില്ല. പക്ഷെ യേശുവിനെ വരുമെന്ന് വിശ്വസിക്കുന്ന, അപ്പം വരുമെന്ന് വിശ്വസിക്കുന്ന ജനതയ്ക്ക് ലോകത്തിൽ ഇത്രയും വലിയ അംഗീകാരവും ലോകത്തിൽ ഇത്രയും വലിയ ചരിത്രം അവർക്ക് ലഭിച്ചുവെങ്കിൽ, വരുമെന്ന് വിശ്വസിച്ചവർക്കിത് കിട്ടിയെങ്കിൽ, വന്നെന്ന് വിശ്വസിച്ച് യേശുവിനെ കൈക്കൊണ്ട നിങ്ങൾ എത്ര അധികം അനുഗ്രഹിക്കപ്പെട്ടവരാ നമ്മൾ ചിന്തിക്കണം.
നമ്മൾ ഇസ്രായേലിനെ പറ്റി പഠിക്കുമ്പം നമുക്ക് നമ്മളെപ്പറ്റി, നമ്മൾ ആരാണ് ക്രിസ്തുവിലെന്ന് അറിയാൻ പറ്റും. വാഗ്ദത്തങ്ങൾക്ക് നമ്മൾ അവകാശികളാണ്, ദൈവത്തിൻ്റെ കൂട്ടവകാശിയാണ്, ദൈവത്തിൻ്റെ അവകാശിയാണ്. അതുകൊണ്ട് എന്ത് പ്രതിസന്ധി വന്നാലും നിങ്ങൾ വിട്ടുകൊടുക്കരുത്. അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും. അതെന്താണ് ഇത്ര ഉറപ്പ്? ലോകത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? ലോകത്തിൽ ഒരു വിഷയത്തിൽ നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല. ബൈബിൾ പറയുന്നു, നിങ്ങളിലിരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നമുക്ക് ഒരുമിച്ച് ഇന്ന് അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം നിങ്ങൾക്ക് വേണ്ടി എടുക്കാം. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. അതിനായിട്ട് സദൃശവാക്യത്തിൽ 30-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ദൈവത്തിൻ്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ എന്ന് ബൈബിൾ പറയുന്നു. ഹല്ലേലൂയ. എൻ്റെ കൂടെ എന്നൊന്ന് പറയാൻ തയ്യാറാണോ? ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം ഒരു പരിചയാണെന്ന് പറഞ്ഞ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം ഒരു പരിചയമാണ്. ആമേൻ. അപ്പൊ എന്താണ് നമ്മൾ ഇന്ന് ഈ പരിചയപ്പറ്റി ചിന്തിക്കാൻ പോവാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വചന ചിന്ത മറ്റൊന്നുമല്ല. ഇന്ന് കേൾക്കാൻ പോകുന്ന വചന ചിന്ത എന്ന് പറഞ്ഞാൽ, ആരെയാണ് ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ആരെയാണ് ദൈവം സഹായിക്കുന്നത്, ആർക്കു വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്? അല്ലെങ്കിൽ ഒന്നും കൂടെ ഞാൻ കയറി പറഞ്ഞാൽ, ഒരു വിഷയം വന്നാൽ ദൈവത്തിന് സ്വസ്ഥനായി ഇരിക്കാൻ കഴിയാത്തത് ആർക്കൊരു പ്രശ്നം വരുമ്പോഴാണ്. ആമേൻ. അപ്പോൾ നമുക്കൊന്ന് പഠിച്ചു നോക്കാം, ആർക്കാണ് ദൈവം കൂടുതൽ, ഞാൻ കൂടുതൽ എന്നുള്ള വാക്ക് തെറ്റാണ് എങ്കിലും, ദൈവം ആരെയാണ് കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ദൈവം ആരുടെ കൂടെയാണ് നിൽക്കാൻ സാധ്യതയുള്ളതെന്ന് നമുക്ക് വചനത്തിലൂടെ ഒന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഓഡിയോ ക്ലിയർ ആണോ? ഒന്ന് പ്രതികരിച്ച്. ചിലർ ഓഡിയോ ഇല്ല എന്ന് പറയുന്നു. ഓഡിയോ ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ സൗണ്ട് ക്ലിയർ അല്ലാത്തവർ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒന്നും കൂടെ ഈ പ്രാർത്ഥനയിൽ നിന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് വീണ്ടും ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ സൂം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോഴേക്കും എന്ത് ചെയ്യും, അത് റെഡിയാവും. അതിൻ്റെ പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പം നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ആർക്കാണ് കർത്താവ് കൂടെ നിൽക്കുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം. കർത്താവ് നമ്മളെ സകലത്തിലും വലിയ കാര്യങ്ങളെ അത്ഭുതമാക്കി ചെയ്യുവാൻ ഇടയായിത്തീരും. പരിശുദ്ധാത്മാവ് വലിയ പ്രവൃത്തികളെ നമ്മുടെ നടുവിൽ ചെയ്യുവാൻ ഇടയായിത്തീരും. അവിടെ കർത്താവ് ഒരു സുജാതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്. സുജാതയുടെ ജീവിതത്തിൽ കർത്താവ് വലിയൊരു അത്ഭുതത്തെ ഇന്ന് ചെയ്യാൻ വേണ്ടി പോവാണ്. കർത്താവ് വലിയ കാര്യങ്ങളെ ഇന്ന് സുജാതയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി പോവുകയാണ്. ഏകദേശം ഞാൻ കാണുന്നത് 50 വയസ്സിനടുത്ത് പ്രായമുണ്ട്. ആ കുടുംബത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കാൻ വേണ്ടി പോവാണ്. സുജാതയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് അയക്കാൻ വേണ്ടി പോവാണ്. ഒരാൺ തലമുറയെ ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവനോട് ബന്ധപ്പെട്ട് കർത്താവ് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവപ്രവൃത്തിയെ അയക്കാൻ വേണ്ടി പോവാണ്. കർത്താവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ദൈവം ആ കാര്യത്തെ സീൽ ചെയ്യാൻ വേണ്ടി പോവാണ്. പ്രാർത്ഥനയോടെ തന്നെ ഇരുന്നോണം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ നടുവിലുണ്ട്. എൻ്റെ കൂടെ എന്ന് രാമേൻ പറഞ്ഞ എല്ലാവരും, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിന്റെ വലിയ കാര്യങ്ങൾ. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നമ്മുടെ കൃപയാൽ നമ്മളെ വിളിച്ച ദൈവമാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ആർക്കാണ് ദൈവം പരിചയമായി നിൽക്കുന്നത്. അപ്പൊ പരിചയം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോണം, എന്നാണ് നമ്മൾ ഈ നമ്മുടെ പോരിന്റെ ആയുധങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞ സമയത്ത് പരിചയപ്പറ്റി ഒത്തിരി തവണ അത് പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ഈ പരിചയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം പഴയ കാലഘട്ടത്തിലൊക്കെ വാളും പരിചയം എന്നൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, നമുക്ക് ഉപയോഗിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഇനിയൊട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി വരാൻ പോകുന്നൊരു കാലഘട്ടത്തിൽ വാളും പരിചയമൊന്നുമായിട്ടും ആരും യുദ്ധം ചെയ്യാൻ പോകത്തില്ല. കാര്യം ഓരോ വർഷത്തിലും ടെക്നോളജികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഒരു കാലഘട്ടത്തിൽ, ഈ ബൈബിൾ എഴുതപ്പെടുന്ന കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആയുധങ്ങളിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ആയുധമാണ് പരിച. വാളും പരിചയം പോലെ പരിച. ഇവിടെ പറയുകയാണ്, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു പരിചയമാണ്. ഈ പരിചയം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം ചെയ്യുന്ന ഒരു പടയാളിയുടെ പ്രാണനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈ പരിചയം ഉപയോഗിക്കുന്നത്. തൻ്റെ കയ്യിൽ വാളുള്ളത് കൊണ്ട് തനിക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. ശത്രുവിനെ തനിക്ക് വെട്ടാൻ പറ്റും, പക്ഷെ തനിക്കെതിരെ വരുന്ന എഫേസ്യ ലേഖന പ്രകാരമാണെങ്കിൽ ദുഷ്ടന്റെ തീയമ്പുകളെ തടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എന്ന് പറഞ്ഞത്. ഇപ്പം ഇവിടെ വിശ്വാസം എന്ന പരിചയപ്പറ്റി അല്ല പറഞ്ഞേക്കുന്നത്, ദൈവം എന്ന പരിചയപ്പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ഒരു വ്യക്തിയുടെ പ്രാണൻ നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള തലത്തിൽ ആ പ്രാണനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് പരിച.
ഇപ്പോൾ ബൈബിൾ പറയുകയാണ്, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം ഒരു പരിചയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവനോടെ ഇരിക്കുവാൻ ദൈവം നിങ്ങൾക്ക് പ്രൊട്ടക്ഷനായി നിൽക്കും. ദൈവം ആശ്രയമായി പരിചയമായി നിങ്ങൾക്ക് വേണ്ടി നിൽക്കും. ആർക്ക് വേണ്ടിയാണെന്നറിയാവോ? തന്നിൽ ആശ്രയിക്കുന്നവർ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മൾ ബൈബിൾ ഒരു സ്റ്റഡി പോലെയാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തുടർച്ചയായിട്ട് വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ ഒരു തുടർമാനമായിട്ട് ഇങ്ങനെ പോകുന്നു. പരിശുദ്ധാത്മാവ് നടത്തുന്നു. എനിക്ക് ഈ പ്രാർത്ഥന സ്വന്തമായിട്ട് നടത്താനൊന്നും കഴിയത്തൊന്നുമില്ല, അതിനുള്ള കഴിവൊന്നും എനിക്കില്ല. ദൈവം കൃപ തന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും വർഷം ഇങ്ങനെ ഒരു ഒഴുക്ക് പോലെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദൈവം ഇനിയും ഈ ഒഴുക്ക് വർദ്ധിപ്പിക്കും, ലോകം മുഴുവൻ ഒഴുക്ക് വർദ്ധിപ്പിക്കും. അതുപോലെ ദൈവം വർദ്ധിപ്പിക്കും. കാര്യം എനിക്കൊരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ബലഹീനതയിലാണ് ദൈവം സഹായിക്കുന്നത്. ആമേൻ. ഇവിടെ ആർക്കാണ് ദൈവം പരിചയമായിട്ട് നിൽക്കുന്നത് വെച്ചാൽ തന്നിൽ ആശ്രയിക്കുന്നവരാണ്. അപ്പൊ ആരാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ? ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ ദൈവം പരിചയമായി നിൽക്കുകയുള്ളൂ എന്നാണ് ആ വചനത്തിന്റെ അർത്ഥം. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞേ. ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്. ആമേൻ. എന്തായാലും നിങ്ങൾ മ്യൂട്ട് മാറ്റിയതല്ലേ? ഇതിൻ്റെ അകത്ത് നമ്മുടെ പ്രാർത്ഥനയിൽ സൂമിൽ പങ്കെടുക്കുന്നതിൽ ജോബി എന്ന് പറഞ്ഞ ആരെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ? ജോബി എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും സൂമിലുണ്ടോ? ജോബി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഈ ദിവസങ്ങളിൽ വലിയൊരു ദൈവപ്രവൃത്തി ആ കുടുംബത്തിന്. ആരാ ജോബി? ജോബി ബ്രദറെ, എന്റെ മരുമോനാണ് ജോബി, എന്റെ മരുമോൻ. ഞാൻ കാണിക്കുന്ന വലിയൊരു സാമ്പത്തികമായി ബന്ധപ്പെട്ട് വലിയൊരു സ്ട്രഗിളിലൂടെ കടന്നു പോവാണ്. സാമ്പത്തികമായി ബന്ധപ്പെട്ട് വലിയൊരു ഭാരത്തിലൂടെ കടന്നു പോവാണ്. എന്നോട് കർത്താവ് ഈ ദിവസങ്ങളിൽ പറയുന്ന ആ ജോബിയുടെ ഭവനത്തിൽ പോയിട്ട് ജോബിയോട് പറയാൻ കർത്താവിനെ ദൈവത്തിൽ ആശ്രയിച്ച് വലിയൊരു സംരംഭം തുടങ്ങുവാൻ കർത്താവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നത്. ദൈവത്തിൽ ആശ്രയിച്ച് ചുമ്മാ ചാടിക്കയറി കൈവെക്കല്. ജോബിയോട് ഇങ്ങനെ പറയാൻ പറയുന്നത് ദൈവത്തിൽ ആശ്രയിച്ച്. ഈ ദിവസങ്ങളിൽ അദ്ദേഹം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുവാണ്. എന്നെ കാണിക്കുന്നു 12 ലക്ഷം രൂപയോളം വലിയൊരു ഭാരം കടത്തിന്റെ മേഖലയിലാത്ത അദ്ദേഹം കടന്നു പോവാണ്. കർത്താവ് പറഞ്ഞു ദൈവത്തിൽ ആശ്രയിച്ച് ഒരു ബിസിനസ് എന്നെ കാണിക്കുന്നു, അതിൽ കൈവച്ചാൽ കർത്താവ് അതിന്റെ മേഖലയിൽ വലിയൊരു വർധനവുണ്ടാകും. വീണ്ടും എടുത്ത് പറയുന്നു ദൈവത്തിൽ ആശ്രയിക്കണം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അത് പറയണം, ആ വ്യക്തിയോട് പറയണം. കർത്താവ് അത് ചെയ്യും. കർത്താവിന്റെ കൃപയാൽ അത് നടക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം. വലിയൊരു പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ നടുവിൽ നടക്കുന്നുണ്ട്. ആമേൻ. ഇവിടെ പറയുകയാണ്. അപ്പം നമുക്ക് നിങ്ങളോട് ചോദിച്ചു, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവം പരിചയമാണ്. അപ്പോൾ വീണ്ടും ഒരു ചോദ്യം, ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ശ്രദ്ധിച്ചു കേട്ടോണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കുകയും കർത്താവിൽ ആശ്രയിക്കുന്നവനെയും കളഞ്ഞിട്ട് ദൈവത്തിനൊരു പരിപാടിയില്ല. ഈ കർത്താവിനൊരു പ്രത്യേകത നിങ്ങൾക്കറിയാവോ? ദൈവത്തെ ഒരാൾ വട്ടം പിടിച്ചാൽ, കർത്താവിനെ ഒരാൾ ആശ്രയിച്ചാൽ, നിങ്ങളെ മറന്നിട്ട് ദൈവത്തിനൊരു പരിപാടി പിന്നെയില്ല. ഞാൻ എൻ്റെ ഒരു പ്രസംഗ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ് പറയുന്നത്, വേറെ ലോകത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചില്ലേ പിന്നെ ദൈവം ഒരാളെയും അനുഗ്രഹിക്കത്തില്ല. ദൈവത്തെ വിളിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന നിങ്ങളെ അനുഗ്രഹിച്ചില്ലെങ്കിൽ പിന്നെ ദൈവം ലോകത്തിൽ ഒരുത്തനെയും അനുഗ്രഹിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി കർത്താവിനെ വട്ടം പിടിക്കുന്നവരാകണം. ഹല്ലേലൂയ. നിങ്ങൾ യേശുവിന്റെ ശിഷ്യന്മാരെ പറ്റി നമ്മൾ പലവട്ടം ദൈവത്തിന്റെ വിളിയെപ്പറ്റി കേട്ടിട്ടുണ്ട്. കർത്താവിന്റെ വിളിച്ചിറക്കിയ, എൻ്റെ അടുത്ത് ഒത്തിരി ആളുകൾ പ്രാർത്ഥിക്കാൻ വിളിക്കാറുണ്ട്. നാട്ടിലായിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും പല ആളുകൾക്കെടുത്ത് പ്രാർത്ഥിക്കാനും വ്യക്തിപരമായിട്ടൊക്കെ പ്രാർത്ഥിക്കാനും പലരും വരും. പലർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആളുകളിൽ കണ്ടൊരു കാര്യം, ആളുകൾ പലപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറല്ല. അവർക്ക് അവരുടെ വിഷയത്തിൽ നിന്നും എങ്ങനെയൊക്കെ ഒന്ന് രക്ഷപ്പെടണം. അത് ഞാൻ തെറ്റായിട്ട് പറയുമല്ല, നമുക്ക് വിഷയത്തിൽ നിന്ന് രക്ഷ വേണം. പക്ഷെ നിങ്ങൾ ഒരിക്കലും കർത്താവിനെ ഒരു സൂപ്പർ മാർക്കറ്റിലെ നടത്തുന്ന ഒരു വ്യക്തിയായി കാണരുത്. എൻ്റെ വിഷയങ്ങൾക്ക് മാത്രം പരിഹാരം വരുമ്പോൾ, അല്ലെങ്കിൽ വിഷയം വരുമ്പോൾ മാത്രം പരിഹാരം ചെയ്യുന്ന ഒരു സൂപ്പർ മാർക്കറ്റായിട്ട് ദൈവത്തെ കാണരുത്. നിങ്ങളെപ്പോഴും ദൈവത്തെ കാണേണ്ടത് എൻ്റെ ജീവനെ പോലും സൂക്ഷിക്കുവാൻ കഴിയുന്ന എൻ്റെ പരിചയമാണ് എൻ്റെ കർത്താവ്. അതായത് എനിക്ക് മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കണമെങ്കിൽ, എനിക്ക് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ എൻ്റെ കർത്താവ് തീരുമാനിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, രോഗികളായി ഭാരപ്പെടുന്നവർ, ആ രോഗം നിങ്ങളെ കൊല്ലുന്ന രോഗമായിക്കോട്ടെ, നിങ്ങൾ ഈ രോഗനിമിത്തം മരണപ്പെടുമെന്ന് മെഡിക്കൽ സയൻസ് 100 110% ഉറപ്പ് പറയുന്നതായിക്കോട്ടെ, നിങ്ങളുടെ അവയവങ്ങൾ അതുകൊണ്ട് തകരാറാകുമെന്ന് പറഞ്ഞോട്ടെ,
നിങ്ങൾ അതിൽ വിശ്വസിക്കരുത്, അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങൾ എൻ്റെ ദൈവം എന്നെ നടത്തുമെന്ന് പറയണം, എൻ്റെ ദൈവം എന്നെ ജീവിപ്പിക്കുമെന്ന് പറയണം. എനിക്കൊരു കർത്താവുണ്ട്, ആ ദൈവമാണ് തീരുമാനിക്കുന്നത്. ആ ദൈവം എന്നെ ദീർഘായുസോടെ നടത്തും, ദിവ്യ ആരോഗ്യത്തിൽ എന്നെ നടത്തുമെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തെ വിശ്വസിക്കണം. ആമേൻ. ഇനി മറ്റൊരു വചനവും കൂടെ ഞാൻ നിങ്ങൾക്ക് പറയുമെന്ന് കുറച്ചും കൂടെ മനസ്സിലാവും. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ ഇങ്ങനെ അബ്രഹാമിനോട് പറയുന്നത്, അതിനുശേഷം അബ്രഹാമിനൊരു ദർശനത്തിൽ യഹോവയുടെ അരുളിപ്പാടുണ്ടായിരുന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അപ്പം നമ്മൾ സദൃശവാക്യത്തിൽ കേട്ടു, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം പരിചയമാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ പറയുന്നു, അബ്രഹാമേ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം അതിമഹത്വമേറിയ പ്രതിഫലവുമാകുന്നു. ഇവർ രണ്ടും നിങ്ങൾ നോക്കിയാൽ, ഈ സദൃശവാക്യവും ഉൽപ്പത്തി പുസ്തകവും നിങ്ങൾ മാറി മാറി നോക്കിയാൽ, ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ 2 വാക്കിൻ്റെ അകത്തും ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ആശ്രയിക്കുന്ന ആൾക്കാരോട് മാത്രമേ ദൈവം ഈ വാക്ക് പറയുന്നുള്ളൂ. ലോകത്തിലെല്ലാവരോടും ദൈവം ഞാൻ നിന്റെ പരിചയമാണെന്ന് പറയുന്നില്ല. ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് ദൈവം ഉറപ്പ് കൊടുക്കുന്നില്ല. ശ്രദ്ധിച്ചു നോക്കിയേ, ദൈവം ഉറപ്പ് കൊടുക്കുന്നത് ആർക്കാണെന്നറിയാവോ? ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക്. ശ്രദ്ധിച്ചോണം, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവം പറയുകയാണ്, ഞാൻ പരിചയമായി നിൽക്കും. പ്രൊട്ടക്ഷനാണ്. കർത്താവിൽ വിളിക്കുന്നവൻ ഒരു കാര്യം ഉറപ്പിച്ചോണം, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണോ? അതിലോട്ട് നമ്മൾ വരാൻ പോവാണ്. ഒരു പ്രത്യേകത ഞാൻ പറയാം, ലോകത്തിലെ സകല പിശാചുക്കളും നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ വന്നാലും പെരയ്ക്കകത്ത് കയറത്തില്ല. ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, ഒരു സൈന്യം എൻ്റെ ഇടയിൽ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടത്തില്ല, കാരണം എൻ്റെ കുടുംബത്തിൽ ദൈവമുണ്ട്. ആമേൻ. കർത്താവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഒരു സൈന്യം ഇറങ്ങി വന്നാലും എനിക്ക് ഭയമില്ല, എനിക്ക് ഭാരമില്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെ. അപ്പം ദൈവത്തിൽ വിളിക്കുന്നവൻ ഒന്നിനെപ്പറ്റിയും ഭയപ്പെടേണ്ട. അതാണ് ഉൽപ്പത്തി പുസ്തകം പറഞ്ഞിരിക്കുന്നത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയമാണ്. അപ്പോൾ അബ്രഹാം ഏതൊക്കെയോ ജീവിത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഭയമുണ്ടായി, താൻ തകർന്നു പോകുമെന്നോ തൻ്റെ ജീവിതം തീരുമെന്നോ. നമുക്കൊരു ഒത്തിരി സാഹചര്യങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി. പക്ഷെ ദൈവം പറയും, അബ്രഹാമെ നീ പേടിക്കണ്ട, ഇനി ഭൂമി, നമ്മളിങ്ങനെ പറയും കേട്ടോ, ഇനി ഭൂമി ഇളകി താഴെ വീണാലും നീ രക്ഷപ്പെടും. ചിലരിങ്ങനെ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ഇനി ദൈവത്തിൻ്റെ വാക്തത്വമുള്ളവൻ സുനാമി അടിച്ചാലും ജീവനോടെ ഇരിക്കും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തികളാകണം. ആശ്രയിക്കുന്ന വ്യക്തിയുടെ ചില ക്വാളിറ്റികൾ നമുക്ക് പറയാം. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, നെബുക്കദ്നേസർ എന്ന് പറയുന്ന ഒരു രാജാവ്, അദ്ദേഹം വലിയൊരു ബിംബത്തെ അവിടെ ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞ, ഉയരം 6 മുഴവും വണ്ണം 6 മുഴവും, അങ്ങനെ കുറേ വലിയ കണക്കുകളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങളത് മുഴുവൻ വായിച്ചാൽ മതി. അദ്ദേഹം വലിയൊരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ഒരു പ്രഖ്യാപനം നിർത്തി ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, നെബൂഖദ്നേസർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ മന്ത്രിമാരെയും നഗരാധിപതിയെയും സകല സ്ഥാനാധിപന്മാരെയും നെബൂഖദ്നേസർ പ്രവർത്തിക്കുവാനും ഒക്കെ ജീവനുള്ളൊരു ദൈവമാണ് ഞാൻ. ആ കർത്താവിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല. പിശാചിൻ്റെ ആഗ്രഹം അത് ദൈവത്തെ ഒരു രൂപത്തിൽ ഒതുക്കണം, ദൈവത്തെ ഇങ്ങനെ ആക്കിയെടുക്കണം. അതുകൊണ്ടാണ് നെബൂഖദ്നേസറിന്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടായി, ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് എല്ലാവരെ കൊണ്ട് നമസ്കരിക്കാം. പക്ഷെ അവരെന്ത് ചെയ്തില്ല? നമസ്കരിച്ചില്ല. എന്നിട്ട് അവർ പറഞ്ഞു, കർത്താവ് ഞങ്ങളെ വിടിവിക്കും. നമ്മൾ പൊതുവെ ആൾക്കാർ പറയാറുണ്ട്, വിടിവിച്ചാലും വിടിവിച്ചില്ലെങ്കിലും അവരെന്ത് ചെയ്യും? ഞങ്ങൾ ഇതിനെ വണങ്ങത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാം, കർത്താവിൽ ആശ്രയിക്കുന്നവന് ദൈവം പരിചയമാണ്. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ദൈവം ഒരു പരിചയമാണെന്ന് പറ. ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ദൈവം ഒരു എന്നെ എന്ത് പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല ദൈവമേ. അങ്ങനെയല്ല, ദൈവത്തിന് കുഴപ്പമുണ്ട്. ദൈവത്തിന് ഇരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു നാട്ടിലെ മലയാളത്തിൽ പറഞ്ഞ, ദൈവത്തിന് ഇരിക്കപ്പുറതി ഉണ്ടാകത്തില്ല. ദൈവത്തിന് അവിടെ ഇരുന്ന് നമുക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കൊരു സങ്കടം വന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവിന് ആ സങ്കടമായി തീരും. നിങ്ങളുടെ വിഷമം ദൈവത്തിൻ്റെ വിഷമമാണ്, നിങ്ങളുടെ സങ്കടം ദൈവത്തിൻ്റെ സങ്കടം. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ സഹോദരനായ ലാസർ മരിച്ചപ്പോൾ മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ വന്ന് കർത്താവ് വിങ്ങിയതും കരഞ്ഞതും. അവർ അവിശ്വാസ നിമിത്തം അല്ല കർത്താവ് കരഞ്ഞത്, അവരുടെ ദുഃഖം കർത്താവിൻ്റെ ദുഃഖമായി തീർന്നു. ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നു, ദൈവം അവരോട് മനസ്സലിവ് തോന്നിയെന്നാണ് പറഞ്ഞത്. ആമേൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, വചനം വ്യക്തമായി പറയുന്നു, അവരെ തീച്ചൂളയിൽ ബന്ധിച്ച് എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളഞ്ഞു. നെബൂഖദ്നേസർ സന്തോഷിച്ചു. നെബൂഖദ്നേസർ ഓർത്തു, ഇവര്
കർത്താവിനെ വിശ്വസിക്കുന്ന, ഞാൻ വിളിക്കുന്നവൻ അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ഏത് നിമിഷവും ഉന്തിത്തള്ളി നമ്മൾ പലപ്പോഴും ചിന്തിക്കും നമ്മൾ ഈ കേൾക്കുന്ന നിന്നയും പരിഹാസവും ഒന്നും ദൈവം കാണുന്നില്ലെന്നല്ല. നിങ്ങൾ തിരിച്ചങ്ങോട്ട് പറയണം, എൻ്റെ കർത്താവേ, നീ ഇതെല്ലാം കാണുന്നല്ലോ, എനിക്കറിയാം നീ ഇതെല്ലാം കാണുന്നുണ്ടെന്നും ഇതിനെല്ലാം എൻ്റെ കർത്താവ് ഇവരുടെ എല്ലാം നടുവിൽ മറുപടിയാക്കി എന്നെ നിർത്തും. കാരണം നീയാണ് എൻ്റെ പരിച, എൻ്റെ കർത്താവ് നീയാണ് എൻ്റെ അതിമഹത്തായ പ്രതിഫലം. കർത്താവിനെ വിളിച്ചിറങ്ങിയ ഒരു വ്യക്തിയോട് ഞാൻ പറയുന്നു, ദൈവത്തിൽ ആശ്രയം എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കുമെന്ന് പറയുന്നത് മാത്രമല്ല ദൈവാശ്രയം. കർത്താവിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതും ദൈവത്തിലെ ആശ്രയത്തെ കാണുന്നു. ഇവർ പറയുക ഞങ്ങൾ യഹോവയെ വിളിക്കുന്നു, പക്ഷെ ജോലി പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? നെബൂഖദ്നേസറിന്റെ ഒരു വിഗ്രഹമല്ലേ, അത് സാരമൊന്നുമില്ല, അതിൻ്റെ മുമ്പിൽ പോയി ഒന്ന് കടന്നിട്ട് എണീറ്റ് പോയാൽ ജോലിയും കിട്ടും, ഒരു കുഴപ്പവുമില്ല. പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, കർത്താവാണ് ഞങ്ങളെ നടത്തുന്നതെന്നറിയാം. നെബൂഖദ്നേസറിന്റെ കൊട്ടാരത്തിൽ നിന്ന് വരുന്ന അക്കൗണ്ടിലോട്ട് വരുന്ന പൈസയല്ല ഞങ്ങളുടെ നടത്തിപ്പ്. നെബൂഖദ്നേസർ തരുന്ന പൈസ കൊണ്ടല്ല ഞങ്ങൾ ജീവിക്കുന്നത്, നെബൂഖദ്നേസർ തരുന്ന ആഹാരം കൊണ്ടല്ല ഞങ്ങൾ കഴിയുന്നത്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവമാണെന്ന് അവർക്ക് ഉറപ്പ്. മനസ്സിലാകുന്നുണ്ടോ? ചിലരാണ് ചിന്തിച്ചതിനെ കൊട്ടാരത്തിലെ കാശ് പോയൊക്കെ ഞങ്ങൾ ജീവിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ഈ ദിവസം എൻ്റെ ഉള്ളിൽ കർത്താവിന് പറഞ്ഞു ഈ എന്നറിയോ, നമ്മൾ ഓർക്കുന്നത് നമ്മൾ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ വരുമ്പം നമ്മൾ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഇല്ലാത്ത സമയമൊക്കെ ഉണ്ടാക്കി, നമ്മളില്ലാത്ത സമയം ഉണ്ടാക്കി കിടന്ന് ഉറങ്ങേണ്ട സമയത്ത് ജോലി കഴിഞ്ഞ് വരുന്നവരൊക്കെ എനിക്കറിയാം, ജോലി കിടക്കിയിരുന്ന് പ്രാർത്ഥന കേൾക്കുന്നവരെ എനിക്കറിയാം. നിങ്ങളിതെല്ലാം കാണിക്കുമ്പോൾ നിങ്ങൾ ഓർത്തുന്ന കർത്താവേ എന്നെ ദൈവം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോണം, കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ദൈവത്തിന് ഭയങ്കര ഇഷ്ടം. നമ്മൾ ചിന്തിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട്. ദൈവം എല്ലാം കാണുന്നുണ്ട്. ചന്ദ്രക്കിനെയും മേശക്കിനെയും തീക്കകത്തോട്ട് തീച്ചൂളയുടെ തീ വർദ്ധിപ്പിക്കുമ്പോഴും ദൈവം കാണുന്നുണ്ട്. അവരെ കയറുകൊണ്ട് കെട്ടി ആ സകല കൊട്ടാരത്തിലെ വിഗ്രഹത്തെ വണങ്ങിയവരുടെ എല്ലാം ചിരിക്കുമായിരിക്കും. കേട്ടോ, ഇവനൊക്കെ വേറെ പണിയുണ്ടായിരുന്നു. ആ രാജാവ് പറഞ്ഞതുപോലെ വിഗ്രഹത്തെ നമസ്കരിച്ചിരുന്നെങ്കിൽ ഉള്ള ചോറ് നിന്നുകൊണ്ട് എന്ത് ചെയ്യായിരുന്നു? കൊട്ടാരത്തിൽ കഴിയായിരുന്നു. എന്തോരം നിന്ന് ആ സമയത്ത് കേട്ട് കാണുമല്ലേ, എന്തോരം പരിഹാസം അവർക്ക് ചുറ്റും നിന്ന് കാണുമല്ലേ. എല്ലാവരുടെയും മധ്യത്തിൽ കൊണ്ടുവന്ന് കെട്ടുക. രാജാവ് അട്ടഹസിക്കുമായിരിക്കും, കൂടെ നിൽക്കുന്നവരെല്ലാം ചിരിക്കുമായിരിക്കും. മണ്ടന്മാർ, ദൈവത്തിൽ ആശ്രയിച്ച മണ്ടന്മാർ. ഇതെല്ലാം കണ്ടുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന് ചുമ്മാതിരിക്കാൻ പറ്റത്തില്ല. തീക്കകത്തോട്ട് ഉന്തിയിടാൻ പോയവരെ കത്തിപ്പോയെങ്കിൽ അവന് വേണ്ടി ഇറങ്ങി വന്നൊരു ദൈവമുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവന് വേണ്ടി ദൈവം ഇറങ്ങി വരും, ഏത് രാജ്യമായിക്കോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രാജ്യങ്ങളിൽ ദൈവം ഇറങ്ങാൻ പോവാ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഞാനൊരു ഫയല് ഒരു മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ആരാധന യേശുവേ. നന്ദി കർത്താവേ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവേ ഇന്ന് പ്രാർത്ഥിച്ചോട്ടെ. കർത്താവേ, പരിശുദ്ധ ആത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് നമ്മുടെ നടുവിൽ ഇന്നുണ്ടായി വരികയാണ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് സൗഖ്യം എൻ്റെ അവകാശമാണ്, വിട്ടുകൊടുക്കരുത്. അത് ബ്ലഡിലെ കൗണ്ട്, ഷുഗർ മുതൽ പ്രഷർ മുതൽ ഹാർട്ടിൻ്റെ പ്രോബ്ലം ആയിക്കോട്ടെ, ശരീരത്തിൽ ഏത് അവയവമാക്കി ഇല്ലാത്തൊരു അവയവമായിക്കോട്ടെ. കണ്ണാടിയൊക്കെ വെക്കുന്നവരെ കണ്ണിലോട്ട് കൈ വെച്ചോണം. ജീവിതകാലം മുഴുവൻ കണ്ണാടി വെച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, വെച്ചോ. ഇന്ന് തീരുമാനിക്ക്, എൻ്റെ കണ്ണ് യൗവനക്കാരുടെ കണ്ണ് പോലെ പുതുക്കം പ്രാപിക്കാൻ വേണ്ടി പോകും. എൻ്റെ ശരീരം യൗവനക്കാരനെ പോലെ പുതുക്കം പ്രാപിക്കാൻ പോകും. കഴുകനെ പോലെ പുതുക്കം പ്രാപിക്കാൻ വേണ്ടി പോകും. എൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കം പ്രാപിക്കാൻ വേണ്ടി പോകും. അങ്ങനെ പ്രാർത്ഥിച്ച് കൈവച്ച് യേശു സ്വന്തം എടുത്ത് കൈവച്ച്. ഒരു ബ്രദറും വന്ന് കൈവെക്കാൻ വേണ്ടി നോക്കി നിൽക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ട് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ആൽഫി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണും. ആൽഫി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് എന്നെ കാണിക്കുക. ആൽഫി എന്ന പേര് കാണുന്നത്. ആൽഫി എന്ന വ്യക്തിയെ പരിശുദ്ധാത്മാവ് സ്പർശിച്ചുകൊണ്ടിരിക്കുക. ആൽഫിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റെടുത്തോണം. ആൽഫിയുടെ കുടുംബത്തെ കർത്താവ് തൊടാൻ വേണ്ടി പോവാണ്. ആൽഫിയുമായി ബന്ധപ്പെട്ട് ഇന്ന് എന്നെ കേൾക്കുന്നവർ സൂമിലായിക്കോട്ടെ, ഇതിൻ്റെ അകത്ത് എവിടെ ആയിക്കോട്ടെ, ആൽഫിയുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഉണ്ട് ഏറ്റെടുത്തു. ആൽഫീനെ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോകണം. ആ കുടുംബത്തിൽ ചെന്നിട്ട് പറയണം, ആൽഫിയെ നിൻ്റെ ജീവിതത്തെ യേശു തൊടാൻ വേണ്ടി പോവാ. ആരാധന യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ. ആൽഫി 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 എന്റെ ചേച്ചിയുടെ മകനാണ് ആൽബിൻ എന്നാണ്. ആൽബിൻ അല്ല, ആൽഫി എന്നാണ്. ആൽഫി എന്നാണ് പേര്.
പ്രൈസ് ലോർഡ് ബ്രദർ. എന്റെ ഹസ്ബൻഡിന്റെ പേരാണ് ആൽഫി. സിസ്റ്റർ ഇപ്പോൾ ആദ്യമായിട്ടാണ് പ്രാർത്ഥന ഞാൻ കയറുന്നത്? ദുബൈയിലാണ്. ഞാനിപ്പോ ഒരാഴ്ച കൂടുതലായിട്ടാണ് കയറുന്നത്. ഓ, സിസ്റ്ററുടെ പേരിന്റെ ഇപ്പം ഞാൻ എന്റെ കാണുന്നുണ്ട്. ഹസ്ബൻഡ് ഓക്കെ, നാട്ടിലാണ്. എന്റെ പേര് ഷിജു എന്നാണ്. എന്റെ ഹസ്ബൻഡ് നാട്ടിലാണ്. എന്റെ ഹസ്ബൻഡ് ഒരു ആക്സിഡന്റ് ആയിട്ട് 14 വർഷമായിട്ട് പാരലൈസ്ഡ് ആയിരുന്നു. പുള്ളി റിക്കവറി ആയി വരുന്നുണ്ട്. പുള്ളി നാട്ടിലാണ്. ഞങ്ങളിവിടെ ഒറ്റയ്ക്ക്, എന്റെ മക്കളും ഞങ്ങളും ദുബൈയിലാണ്. സിസ്റ്ററെ ഹസ്ബൻഡിനോട് പറയണം, വചനം അയച്ചു കൊടുത്ത് പറയണം, കിടക്കാൻ പറ്റത്തില്ല, കർത്താവ് എണീപ്പിക്കാൻ വേണ്ടി പോവാണ്. ഇത് ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ ഈ ആലോചന കേൾക്കുന്നവർ മാത്രമല്ല, ഈ പ്രവചനാലോചന കേട്ടവർ മാത്രമല്ല, അതിൻ്റെയൊക്കെ നിവൃത്തിയും സാക്ഷ്യം പറഞ്ഞവരാണ് നിങ്ങളല്ലേ. അങ്ങനെയെങ്കിൽ ഹസ്ബൻഡിന് മെസ്സേജ് അയച്ചോണം, ഹസ്ബൻഡിനെയും പ്രാർത്ഥനയിൽ പങ്കുചേരുവാണ്, ചേർത്തോണം. എണീപ്പിക്കാൻ പോവാണ്, യേശു അത്ഭുതം ചെയ്യാൻ പോവാണ്. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, കർത്താവ് ആലോചന തൊട്ടതാണ്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാണ്. കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പം സൗഖ്യമായിരിക്കും, യേശു മുറിവേറ്റു, അത്ഭുതം നടന്നിരിക്കും, യേശു ക്രൂശിൽ ജയാളിയാണ്. മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വരും ദിവസങ്ങളിൽ ഞങ്ങൾ കേൾക്കും, കാലം പഴക്കം പറഞ്ഞതുപോലെ തന്നെ ആ കിടക്കാൻ ഇനി പറ്റത്തില്ല, ഇനി എണീറ്റ് നടക്കാനേ പറ്റത്തുള്ളൂ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചു. യേശുവേ, ഇന്ന് രോഗത്താൽ ഭാരപ്പെടുന്നവർ, ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചോട്ടൊന്ന് പറ, ഈ രോഗം യേശു എൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റിയതാണ്, ഈ രോഗവിഷയങ്ങൾ യേശു എൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റിയതാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവെ, ഓരോ വ്യക്തികളെ ഞങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ അവർ അസ്വസ്ഥമായിട്ടുള്ള മണ്ഡലങ്ങൾ ഇന്ന് മനസ്സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം നിങ്ങളുടെ തലമേലോട്ട് കൈവച്ചിട്ട് പറഞ്ഞാൽ സ്വസ്ഥമായി ഉറങ്ങാൻ പോവുക. ഞാൻ കർത്താവിൻ്റെ സമാധാനത്തിൽ നിറയാൻ പോകുക, യേശുവിൻ്റെ സന്തോഷത്തിൽ ഞാൻ നടക്കാൻ പോവുക, കർത്താവിൻ്റെ ആരോഗ്യത്തിൽ ഞാൻ ജീവിക്കാൻ പോവുക. ഈ ദിവസങ്ങളിൽ സാമ്പത്തികമായിട്ട് ഞാൻ ഉയർച്ച പ്രാപിക്കും. വിളിച്ചു പറഞ്ഞോളാം, ഞാൻ വായ്പ വാങ്ങത്തില്ല, ഞാൻ വാരി വിതറി കൊടുക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ ഞെരുങ്ങത്തില്ല. എനിക്ക് വിശാലതയുണ്ട്, ഉയർച്ചയുണ്ട്, നന്മയുണ്ട്, ശേഷിപ്പുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ വചനം എന്തെല്ലാം പറയുന്നുണ്ടോ അതൊക്കെയും എൻ്റെ അവകാശമാണ്. അതെല്ലാം എൻ്റെ അവകാശമാണ്. ഞാനതെല്ലാത്തിനെയും സ്വീകരിക്കുന്നു. നന്ദി പിതാവേ, നന്ദി കർത്താവേ, അങ്ങ് സ്പർശിക്കുന്ന വൻ കൃപകൾക്ക് നന്ദി പറയുന്നു. അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങളോ ദൈവിക ആലോചനകൾ ഇടപെട്ടവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ചുരുക്കം വാക്കുകളിൽ നിങ്ങൾ പറയാനുള്ളവരുണ്ടെങ്കിൽ പറയാവുള്ളൂ. ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയരുത്. വാട്സാപ്പിലാണ് പ്രാർത്ഥന വിഷയങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ചിലരിങ്ങനെ നീണ്ടങ്ങ് പോകാറുണ്ട്. എന്താണോ കർത്താവ് നിങ്ങളെ തൊട്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ, സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു. ഒരു മിനിറ്റ്, ഒരാൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പറഞ്ഞു പറഞ്ഞു ബ്രദറെ, ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനാ സഹായം റിക്വസ്റ്റ് ചെയ്തിരുന്നു. അമ്മയും കൊണ്ട് മെഡിക്കൽ കോളേജിലായിരുന്നു, വണ്ടാനം മെഡിക്കൽ കോളേജിലായിരുന്നു. വലിയ അത്ഭുതം ചെയ്തു ദൈവം. അതിനു വേണ്ടിയിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട് സാക്ഷ്യം പറയണം. ഇന്നലെ കയറിയപ്പോഴും ഭയങ്കര തിരക്കായിരുന്നത് കൊണ്ടാണ് പിന്നെ ഞാൻ പറയാതിരുന്നത്. എന്ന് പറയാമല്ലോ എന്ന് വിചാരിച്ചു. അമ്മയെ വീട്ടിൽ കൊണ്ടുവന്നു. കോട്ടയത്ത് ആദ്യം ചേർത്തലയിലാണ് കൊണ്ടുവന്ന്. 91 വയസ്സുണ്ടായിരുന്നു അമ്മയ്ക്ക് 91 വയസ്സുണ്ടായിരുന്നു. അമ്മയ്ക്ക് പെട്ടെന്ന് വായിലൂടെ അമ്മയ്ക്ക് ഒരു ഛർദിലല്ലായിരുന്നു, വായിലൂടെ ബ്ലഡ് വന്നു. പെട്ടെന്ന് ഞാൻ തന്നെ തനിച്ചാണെന്ന് അറിയാമല്ലോ, വീട്ടിൽ ഞാൻ ഒറ്റപ്പെട്ട ഒരാളാണ്. ഞാൻ തന്നെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവർ ECG നോക്കിയപ്പോൾ അവർ പറഞ്ഞു അറ്റാക്കാണ്, എത്രയും പെട്ടെന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 20 മിനിറ്റിനുള്ളിൽ എത്തിക്കണം, ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജാന്ന് പറഞ്ഞു. ഭയങ്കര വേരിയേഷൻ ഉണ്ടായിരുന്നു ECG എടുത്തപ്പോൾ. ഒരു ആംബുലൻസ് വിളിക്കാമെന്ന് എൻ്റെ 10 പൈസ ഇല്ലായിരുന്നു. പക്ഷെ എനിക്കറിയില്ല, എങ്ങനെയൊക്കെയോ ഒരു കൂട്ടുകാരിയെ വിളിച്ചു. പുള്ളിക്കാരി എനിക്ക് പൈസ പോകുന്ന വഴിയിൽ ഇട്ട് തന്നു.
എന്ന് പറഞ്ഞു ചേച്ചി എൻ്റെ ഇല്ല ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല, അത് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ടാണ് ബ്രദർ പറഞ്ഞ് എൻ്റെ പ്രശ്നങ്ങളൊന്നും ദൈവത്തെക്കാൾ വലുതല്ല എന്ന് പറയുന്നത് അതെന്നെ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകരുത്, പിന്നെ വിശ്വസിച്ചാൽ ദൈവത്തിന് മഹത്വം കാണും. അങ്ങനെ എല്ലാ വചനങ്ങളും ബ്രദർ പറയുന്ന വചനങ്ങളെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് അവിടുന്ന് ആംബുലൻസ് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വരുമ്പം വൈകും, നിങ്ങൾ വേറെ എന്തെങ്കിലും വണ്ടി വിളിച്ച് പോകുമെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ഈ സാമ്പത്തികത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. തന്നെയല്ല ഞാൻ പറയും എൻ്റെ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ വന്നാൽ മതി, ആംബുലൻസ് തന്നെ വേണമെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. അവർ 20 മിനിറ്റിനുള്ളിൽ എത്തി. റോഡൊക്കെ പൊളിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞെങ്കിലും 20 മിനിറ്റിനുള്ളിൽ ദൈവം എത്തിച്ചു. അമ്മയും കൊണ്ട് തനിച്ചായതുകൊണ്ട് അവർ ചോദിച്ചു അയ്യോ ആണുങ്ങൾ ആരുമില്ല ഈ അമ്മ ഇങ്ങനെ ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലെന്ന് പറഞ്ഞു. നമ്മൾ സാരമില്ല കർത്താവ് കൂടെ ഉണ്ടെന്നും പറഞ്ഞു അതുങ്ങളെ രണ്ടുപേരും മക്കളെ പോലെ പിടിച്ചു കയറ്റി. ആംബുലൻസിന്റെ ഡ്രൈവറും അതിലുണ്ടായിരുന്ന സഹായിയും അവർ പറഞ്ഞു വെള്ളം കൊടുക്കരുത് അമ്മയ്ക്ക്, വെള്ളം കൊടുത്താൽ വീണ്ടും വൊമിറ്റ് ചെയ്യും, അത് ബ്ലഡിന് അത് അസുഖത്തെ ബാധിക്കും, ഹൃദയാഘാതമല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അമ്മ ദാഹിച്ചങ്ങ് ഭയങ്കര എൻ്റെ മടിയിൽ തല വെച്ചാണ് അത് ഇരുന്നത്. കാരണം വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയുമ്പോൾ പിടിക്കാൻ ആളില്ലാത്തത് കൊണ്ട്. ഞാൻ പറഞ്ഞു സാരമില്ല നിങ്ങൾ അത് നോക്കണ്ട. അപ്പോ പെട്ടെന്ന് കർത്താവ് എനിക്കറിയില്ല അവിടുന്ന് അവിടെ എത്തിച്ച് വെള്ളം കൊടുത്തിട്ട് അമ്മ ഛർദ്ദിച്ചില്ല. അവിടെ ചെന്ന് അവർ പെട്ടെന്ന് വീണ്ടും ECG എടുക്കാൻ പറഞ്ഞു. ECG എടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ വീണ്ടും ഒരു 500 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അത് വെളിയിൽ കൊടുത്ത് ചെയ്യിക്കണം എന്ന് പറഞ്ഞു. കൂടെ ആളില്ലാത്തതുകൊണ്ട് കൊടുത്ത് അവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ ICUവിൽ കയറ്റിയിട്ട് പെട്ടെന്ന് പോയി ചെയ്തു. പക്ഷെ ദൈവം വലിയ അത്ഭുതം അവിടെ ചെയ്തു. നെഗറ്റീവായിരുന്നു ഫലം. അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ബ്ലഡ് വരുന്നത് എന്താ. അപ്പോൾ പിന്നെ ഒരു പ്രാവശ്യം കൂടെ അങ്ങനെ വായിക്കൂടി ഇങ്ങനെ കട്ട പോലെ വന്നു. അപ്പോൾ അവർ പറഞ്ഞു CT സ്കാൻ ചെയ്യണം, ബ്ലഡ് വേറെ രീതിയിൽ ഒക്കെ നോക്കണം, 3-4 പ്രാവശ്യം നോക്കണം. എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു ബ്രദറെ. പക്ഷെ ഞാൻ ആ സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്റർ എനിക്ക് നാളത്തേക്ക് പൈസ ആവത്തുള്ളൂ, ഇവിടെ മെഡിക്കൽ കോളേജ് ആണെങ്കിലും പൈസ അടയ്ക്കാതെ അവരൊന്നും തരില്ല. അപ്പോൾ സിസ്റ്ററിനെ ഞാൻ ദൈവത്തെ കർത്താവിനെ നാമം പറഞ്ഞുകൊണ്ട് തന്നെ അതെല്ലാം ചെയ്തത്. പക്ഷെ അവിടെയൊക്കെ എനിക്ക് ഭയങ്കര ദൂതന്മാരെനിക്ക് കാവലായിരുന്നതിന്റെ കൂടെ എൻ്റെ കർത്താവ് ഉണ്ടായിരുന്ന. സിസ്റ്റർ പറഞ്ഞു പൈസ അടയ്ക്കണ്ട, ഞാനത് പറഞ്ഞോളാം, നിങ്ങൾ റിസൾട്ട് വാങ്ങിക്കാൻ ചെല്ലുമ്പോഴത്തേന് അവർ ചോദിക്കുകയാണ് എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവരതെല്ലാം ചെയ്തു തന്നു. പിറ്റേ ദിവസമാണ് എനിക്ക് പൈസ അടയ്ക്കാനുള്ള നിവൃത്തി ഉണ്ടായത്. അതിലൊക്കെ അമ്മയ്ക്ക് കുഴപ്പങ്ങളില്ലായിരുന്നു. പക്ഷെ അവര് രാവിലെ വന്ന ഡോക്ടർ എന്നോട് പറഞ്ഞു അമ്മ പ്രതീക്ഷയൊന്നും വേണ്ട, അമ്മയുടെ ലിവർ എല്ലാം പോയി എക്സ്റേ എടുത്തപ്പോൾ അതിനകത്ത് കാണുന്നത് കുറേ നാൾ കൊണ്ട് ന്യൂമോണിയ ഉണ്ട്, എല്ലാം പഴുത്തു പോയി എന്നാണ് പറഞ്ഞത്. പ്രതീക്ഷ വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു വചനം തിരിച്ചു പറഞ്ഞു, ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് എൻ്റെ അമ്മയെ ഉയർപ്പിക്കുക. എൻ്റെ അപ്പ എന്നോട് ചോദിച്ചു 91 വയസ്സുള്ള അമ്മയെ കൊണ്ട് ഇനി എന്ത് പ്രയോജനം, എന്തിനാണ് ഉയർപ്പിച്ചിട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ ഒരിക്കലും അമ്മ മനസ്സമാധാനം അനുഭവിച്ചിട്ടില്ല. കുറച്ച് ദിവസമെങ്കിലും എൻ്റെ അമ്മ സന്തോഷത്തോടെ എൻ്റെ കൂടെ കഴിയണം, അതിനുള്ള വഴി എനിക്ക് ദൈവം ഒരുക്കി തരും, എന്നെ ഓർത്ത് അമ്മ എന്ന് വേദനിക്കുന്ന ഒരാളാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ലാസറും മരിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദൈവഹിതത്തിന് എന്തായാലും അത് അങ്ങനെ സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇന്നലെ വേറൊരു ഡോക്ടർ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു അമ്മ 1 മാസമായിട്ട് വയറ്റിൽ നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് അൾസർ പൊട്ടിയതാവാ ഈ ബ്ലഡ് വരാൻ, അത് ശ്വാസകോശത്തിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇത് പറയുന്നത്, ഒന്നും തീരുമാനിക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അപ്പോഴും പറഞ്ഞു എൻ്റെ കർത്താവ് വലിയവ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ മുഖത്തേക്ക് നോക്കി എന്താ ഇങ്ങനെ. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാന്ന് പറഞ്ഞു. ഇന്നലെ ഡോക്ടർ വന്നിച്ച് പറഞ്ഞു സ്കാനിങ്ങിലൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അമ്മ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, ഇന്നിപ്പോൾ കഞ്ഞി കുടിച്ചല്ലോ, എഴുന്നേറ്റല്ലോ, പേര് ചോദിച്ചപ്പോൾ പറഞ്ഞു, വയസ്സ് പറഞ്ഞു, മോളുടെ പേര് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം 2 ആഴ്ചത്തേക്ക് മരുന്ന് തന്നു വിടുവാണ് എന്ന് പറഞ്ഞു. ഇന്നലെ ഡിസ്ചാർജായി ഇവിടെ വന്നു. മരിച്ചു പോകുമെന്ന് പറഞ്ഞാണ് എല്ലാവരും അറിയിച്ചോളാം പറഞ്ഞ എൻ്റെ അമ്മയെ ദൈവം കർത്താവ് ലാസറിനെ ഉയർപ്പിച്ച പോലെ ഉയർപ്പിച്ചു. ഇവിടെ വന്ന് ഇന്ന് അമ്മച്ചിരി കഞ്ഞി കുടിച്ചു, വിളിച്ചപ്പോൾ വർത്താനമൊക്കെ പറഞ്ഞു, എഴുന്നേറ്റിരുന്നു. ഇപ്പൊ ഞാൻ പിടിച്ചാണ് എൻ്റെ മടി കിടക്കുകയായിരുന്നു, ഞാൻ ഇപ്പൊ പിടിച്ച് ബെഡിലോട്ട് കിടത്തിയിട്ടാണ് സാക്ഷ്യം പറയുന്നത്. അപ്പോ ദൈവനാമത്തിന് ഒരുപാട് മഹത്വം. പ്രാർത്ഥിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. സ്തോത്രം സ്തോത്രം. കർത്താവ് ശക്തനായവൻ. നന്ദി കർത്താവേ. ഇന്ന് പ്രിയ സൗകര്യം നിങ്ങൾ ഒരാൾ സാക്ഷ്യം പറഞ്ഞോട്ടെ. പ്രിയ ലെലോൻ്റെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കേട്ടതുപോലെ തന്നെ രോഗ അവസ്ഥയിലായിരുന്നു. ഡോക്ടർ പറഞ്ഞതാണ് പ്രതീക്ഷയില്ല. പക്ഷേ പ്രിയമോൾ അവിടെ മുമ്പിൽ അവർ വെച്ച് പറഞ്ഞു കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു, ദൈവം എനിക്ക് സൗഖ്യം തരിക്കും, എൻ്റെ അമ്മയ്ക്ക് സൗഖ്യം തരുമെന്ന് ഒരു സാഹചര്യമില്ല. നമുക്കറിയാം ഡോക്ടർ പറയുന്ന ഒരിക്കലും ഡോക്ടർ വെറുതെ പറയത്തില്ലല്ലോ, കൈവിട്ടു പോയി ഇനി ഒരു രക്ഷയില്ല എന്ന് ഡോക്ടർ വെറുതെ പറയത്തില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത്രത്തോളം അവർക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്
പക്ഷേ അതേ ഡോക്ടർ തന്നെ പറഞ്ഞ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, വ്യത്യാസമുണ്ട് എന്ന്, മാറ്റമുണ്ട് എന്ന് ഡോക്ടർ തന്നെ, കൈവിട്ടു എന്ന് പറഞ്ഞ് ഡോക്ടർ തന്നെ പറയണമെങ്കിൽ അവിടെ ദൈവിക ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് കർത്താവ് അങ്ങ് സ്പർശിച്ചതിന് നന്ദി. ഇനി പ്രിയ മാതാവിന് കർത്താവ് ഈ വാർദ്ധക്യത്തിൽ, ഇന്ന് കർത്താവ് ശരീരത്തിൽ വ്യത്യാസമുണ്ട്. ഞങ്ങൾ ഇനി കേൾക്കുമ്പോൾ കർത്താവ് ചെറുപ്പക്കാരെ പോലെ എണീറ്റ് കിടക്കും. ഈ 90-ാം വയസ്സിലും എൻ്റെ ദൈവത്തിന് 80 വയസ്സുള്ള മോശനെ 40 വർഷം മരുഭൂമിയിൽ നടത്താൻ കഴിഞ്ഞുവെങ്കിൽ കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇന്നു മുതൽ ആ ബലം, ആ തൊട്ട ദൈവം ബലം കൊടുക്കുന്ന കൃപയ്ക്ക് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ സ്തോത്രം. പിന്നെ ആശ്രയിക്കുന്നതിനെ കുറിച്ച് 2 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നവൻ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. വേറൊരു വചനം പറയുന്നുണ്ട്, യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങിപ്പോകുവാൻ അവിടുന്ന് സമ്മതിക്കത്തില്ല. ഈ 2 വാക്യം കൂടെ തീർച്ചയായിട്ടും അതെ. നമുക്ക് വചനങ്ങൾ, എനിക്ക് ഒത്തിരി വചനങ്ങൾ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ സമയപരിമിതികൾ ഉള്ളത് കൊണ്ടാണ് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങിപ്പോകത്തില്ല, സിയോൻ പർവ്വതം പോലെ നിൽക്കും. ഒത്തിരി വചനം, ദൈവാശ്രയത്തെപ്പറ്റി ഒത്തിരി വചനമുണ്ട്. എനിക്കറിയാം, ഞാൻ ഇന്ന് ഒരു വചനം ഇന്ന് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ വാക്യം എടുക്കേണ്ടതെന്ന് വിചാരിച്ചു. ഒത്തിരി വചനങ്ങളുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് സമയപരിധി ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഒറ്റ വാക്യം ഞാൻ പറയാം. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നവൻ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെന്ന് പറയുന്നതല്ല, തെറ്റിദ്ധരിക്കരുത്. ദൈവാശ്രയം എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുന്നത് മാത്രമല്ല, പകരം ദൈവത്തിൽ എന്തൊക്കെയുണ്ടോ അതിന് വിരോധമായിട്ട്, ഇപ്പോൾ നമ്മൾ വിഗ്രഹാരാധനയെ പറ്റി കേട്ടല്ലോ, അത് ഒരു വാക്യം മാത്രമേ ഉള്ളൂ. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പാലിക്കുകയും കൂടെ ചെയ്യുന്നവരായിത്തീരണം. കർത്താവിന് ഇഷ്ടമില്ലാത്തത് എനിക്ക് വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കണം. അതിൽ നമ്മൾ നടന്നാൽ ദൈവം നമ്മളെ, നടന്നാലേ അനുഗ്രഹിക്കത്തുള്ളൂ, ദൈവം നമ്മളെ നടത്തുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ചുരുക്കം വാക്കുകളിൽ പറയണം. ഉള്ളവരാരെങ്കിലും ഉണ്ടേ പറഞ്ഞോട്ടെ. ഒരു സാക്ഷ്യം പറയുകയാണ്. പറഞ്ഞോ. കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഹോസ്പിറ്റലിൽ കടന്നു പോകുവാനും ഞങ്ങൾ കുടുംബമായി ചെന്ന് അവിടെ രോഗിയായിരുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവം അവിടുന്ന് കൃപ ചെയ്തു. ഞങ്ങൾ കർത്താവിൻ്റെ വചനം പറഞ്ഞു തന്നെ അവിടുന്ന് അവനെ ധൈര്യപ്പെടുത്തി അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അവന് ഇന്ന് ഡിസ്ചാർജായി. ഇന്നലെ രാത്രി 7 മണിയോട് ഡിസ്ചാർജായി കടന്നു പോകുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അടുത്തൊരു ബെഡിൽ കിടന്ന ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം, മഞ്ഞപ്പിത്തം വളരെ സിവിയർ ആയിട്ട് രോഗിയായിരിക്കുകയാണ്, അതിന് പ്രാർത്ഥിക്കണമെന്നു. ഞാൻ ചെന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. വളരെ സൗഖ്യമുണ്ട്. അവരുടെ ആ വേദന എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രാർത്ഥിച്ചു. അവര് ഞായറാഴ്ച ആയതുകൊണ്ട് അവർ ഡിസ്ചാർജ് ആയില്ല. നാളെ രാവിലെ അവരെ അവിടെ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതെല്ലാം ടെസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ ആ മഞ്ഞപ്പിത്തത്തിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും അവർക്കില്ല എന്നുള്ള സ്കാനിങ്ങിലൂടെ എല്ലാം മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ദൈവം അത് തന്നെയല്ല, ഞാൻ പോയി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ദൈവത്തോട് ഞാൻ ചോദിച്ചു, എനിക്കിതിനൊരു സാക്ഷ്യം തരണം, എനിക്കൊരു ഉറപ്പ് തരണം, ഒരു ധൈര്യം തരണം, ഇനി മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുവാൻ. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് എനിക്ക് കർത്താവ് എൻ്റെ സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു ദർശനം എനിക്ക് തന്നു. ആ ഹോസ്പിറ്റലിൽ ചിലരെല്ലാവരും കൂടെ കൂടിയിരുന്നുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, ഇവിടെ വന്നാൽ പ്രാർത്ഥിച്ച ആ സഹോദരൻ മുഖാന്തരമാണ് ഇവർക്കെല്ലാം അവിടെ സൗഖ്യം കിട്ടിയെന്ന് അവർ കൂടി എന്ന് പറയുന്നതായിട്ട് എനിക്ക് ഒരു ദർശനം എനിക്ക് കാണിച്ചു കർത്താവ്. അതെനിക്ക് ഉറപ്പും ധൈര്യവുമായിരുന്നു. ഇന്ന് ഡിസ്ചാർജ് ആയ ആ വ്യക്തിയുടെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു, അത് 2 ദിവസം അവർ ICUവിലായിരുന്നു. അവിടുന്നെല്ലാം കർത്താവ് വിടുവിച്ച് സൗഖ്യം നൽകി. കർത്താവിൻ്റെ നാമം മോഹത്തപ്പെടുമാറാകട്ടെ. തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി അടിയന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ കർത്താവിന്റെ ദാസനോട് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. ആമേൻ. പ്രിയ ബ്രദർ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന് വചനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു ചിന്ത ദൈവം കൊടുത്തു. ഈ ദിവസങ്ങളിൽ ഒത്തിരി കർത്താവ് ഉപയോഗിക്കുന്നുണ്ട് രോഗികൾക്ക് വേണ്ടി. ഇത് പറഞ്ഞതുപോലെ തന്നെ മഞ്ഞപ്പിത്തത്തിൻ്റെ സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു. പക്ഷേ ഒരു തരി പോലും അതില്ല എന്ന് കാണത്തക്കവണ്ണം കർത്താവ് ഇടയാക്കി. ഞാൻ ഉറപ്പിച്ചൊരു കാര്യം പറയാം, നമ്മുടെ കരമെടുത്ത് നമ്മളോട് തന്നെ പറയണം, യേശുവിൻ്റെ വചനം രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരുമെന്ന് എൻ്റെ കയ്യെപ്പറ്റിയ യേശു മർക്കോസിൽ 16 പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അങ്ങനെ പറയണം. എന്നെപ്പറ്റിയാ ബൈബിൾ എപ്പോഴും ശ്രദ്ധിക്കണം. ബൈബിൾ നിങ്ങൾ പറയുമ്പോൾ അത് മത്തായിയെ പറ്റിയോ മർക്കോസിനെ പറ്റി മാത്രമല്ല, അത് എന്നെപ്പറ്റിയും കൂടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പ്രിയ അവർ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് നന്ദി പറഞ്ഞു. ഇനിയും അനേക രോഗികളെ സൗഖ്യമാക്കി യേശുവിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം അനേകർ നടുവിൽ വെളിപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കട്ടെ, ഉപയോഗിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ, പറഞ്ഞോ. ഹലോ ബ്രദർ. പറഞ്ഞോ. പറഞ്ഞോ. പറഞ്ഞോ.
ഇന്നലെ രാവിലെ അതായത് ശനിയാഴ്ച ബാങ്കിൽ അടയ്ക്കാനായിട്ട് 1,13,000 രൂപ വേണമായിരുന്നു. ഞങ്ങൾക്കത് നേരത്തെ ഒരാൾ തരാനുള്ളതായിരുന്നു. ഒരാളല്ല, വസ്തുവിൻ്റെ ഇടപാടിനകത്ത് പൈസ കിട്ടുമ്പോൾ ബാങ്കിൽ അടയ്ക്കാമെന്ന് നിങ്ങൾ. പക്ഷെ അങ്ങേര് പറഞ്ഞു ജൂലൈ 3 കഴിഞ്ഞേ തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ ബാങ്കുകാർ 2 പേര് വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് ഇരിക്കുക, ഇന്ന് തന്നെ അടയ്ക്കണം. ദൈവത്തിന്റെ പ്രത്യേക കൃപയാണ്. ഞാൻ ഇന്നലെ മുഴുവൻ ആ സദൃശവാക്യത്തിന് 3-ാമത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ആ വചനം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഒരു ചെക്ക് എഴുതി തരാം, ഈ ജൂലൈ 5-ാം തീയതി അയക്കുക ഡേറ്റ് വെച്ച് ചെക്ക് എഴുതി തരാം. അവരത് സമ്മതിച്ചു. ആ ചെക്ക് മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഒരു വലിയ അത്ഭുതം ദൈവം ഞങ്ങൾക്ക് നടത്തി തന്നു. സാമ്പത്തികമായ ആ ഒരു വിടുതൽ കിട്ടിയതിന് ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. ഇതൊരു സാക്ഷ്യമായിട്ട്. നന്ദി കർത്താവ്. ഇന്ന് പ്രിയാൻറ്റി പറഞ്ഞ പോലെ തന്നെ വലിയൊരു സാമ്പത്തിക സ്ട്രഗിളായിരുന്നു. എന്നാൽ ബഹളം വെച്ച് നിൽക്കുന്ന ആൾക്കാർ നല്ലൊരു ആശ്വാസം പോലെ ഇടപെട്ടതിന് നന്ദി. ഇതുപോലെ കർത്താവ് ഇനിയും വലിയ സാമ്പത്തിക ഉറവുകൾ തുറക്കട്ടെ. ഇനിയും കർത്താവ് നന്മ നിറയട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. എന്റെ സാക്ഷ്യം, എൻ്റെ ഒരു ഫോണാണ്. കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ ഫോണിനെ പറ്റി പറഞ്ഞു. അതുപോലെ എൻ്റെ ഫോൺ ഇന്നലെ സ്റ്റക്കായിപ്പോയി. അതിങ്ങനെ ഓഫ് ആകുന്നുമില്ല, ഓൺ ആകുന്നുമില്ല, ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ട് കിടക്കുന്നു. അപ്പൊ ഞാൻ എങ്ങനെ ഇന്നലെ സൂമിൽ കയറി ഒന്ന് വിഷമിച്ചു. ഞാൻ മോടെ ഫോണിൽ കൂടെ സൂമിൽ കയറി. ഇന്ന് രാവിലെ കർത്താവിനോട് ഞാൻ ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചു. ബ്രദർ പറഞ്ഞതുപോലെ ഇലക്ട്രോണിക്കിലും ദൈവം പ്രവർത്തിക്കും എന്ന് പറഞ്ഞതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ എൻ്റെ കർത്താവ് വിളിച്ചു വരുത്തും. അത്ഭുതമന്ത്രിയാം ദൈവം എൻ്റെ ഫോൺ ഓപ്പൺ ചെയ്ത് രാവിലെ, കാരണം എൻ്റെ കാല് രണ്ടും മേലാത്തതാണ്. അതുകൊണ്ട് ഞാൻ ചർച്ചിലൊന്നും എല്ലാ ഞായറാഴ്ചയും പോകുമല്ല, മാസത്തിലൊന്നേ പോവുള്ളൂ കർത്തൃമേശ എടുക്കുവാൻ. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് സൺഡേയിലൊക്കെ പ്രെയർ കൂടുന്നത്. പിന്നെ എനിക്ക് സൂമിൽ കയറണം. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ ഫോൺ എൻ്റെ തലയുടെ ചോട്ടി വെച്ചു. രാത്രിയിലൊക്കെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അതിങ്ങനെ കത്തി തന്നെ കിടക്കുക. രാവിലെ എഴുന്നേറ്റപ്പോൾ നോക്കിയപ്പോൾ അതങ്ങനെ തന്നെ കിടക്കുക. പിന്നെ 9-9:30 പ്രെയർ തുടങ്ങുന്ന സമയമാകും. അപ്പം ഞാൻ വന്ന് എൻ്റെ ഫോൺ നോക്കിയപ്പോൾ അത് കംപ്ലീറ്റ് ഓഫായി കിടക്കുക. അപ്പം ഞാനത് എടുത്ത് ഞാനത് ഓണാക്കാൻ നോക്കിയപ്പോൾ അത് ഓണായി, ലൈറ്റ് കത്തി. പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പം എനിക്ക് തോന്നി അതൊന്ന് ചാർജ് ചെയ്യാവുന്നു, കാരണം ഓഫായല്ലോ. അതുകൊണ്ടൊന്ന് ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ചാർജ് ചെയ്തപ്പോൾ എൻ്റെ ഫോൺ കംപ്ലീറ്റ് അത് വർക്കായി. ഇന്ന് ഞാൻ എൻ്റെ ഫോണിൽ ഇന്ന് ഈ പ്രെയർ കൊടുന്ന് ദൈവനാമ മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കി എൻ്റെ കർത്താവിൽ നിന്ന് എനിക്ക് തന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തു. എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചതിനായി നന്ദി പറഞ്ഞു. ആമേൻ. എന്ന് പറഞ്ഞ പോലെ അതൊരു കേവലം ഒരു ഫോൺ ശരിയാക്കിയ ഒരു സാക്ഷി മാത്രമല്ല, നമ്മുടെ ഒരു ആഗ്രഹം കൂടിയാണ്. കർത്താവ് എനിക്ക് പ്രാർത്ഥനയിൽ പങ്കുചേരണം. അതിന് ഫോൺ തടസ്സമായി നിന്നു. പക്ഷേ പ്രിയ ആൻറ്റി പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഓർമ്മിക്കുന്ന ഇലക്ട്രോണിക്സ്, നമുക്ക് എന്താണോ ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, മനുഷ്യ ശരീരമായിക്കോട്ടെ, രോഗസൗഖ്യത്തെപ്പറ്റി നമുക്കുണ്ട്. നമ്മൾ മുമ്പിൽ ഏത് തടസ്സം വന്നാലും നിങ്ങൾ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതെല്ലാം നമുക്ക് അനുകൂലമായി തരും. നന്നാക്കേണ്ട സ്ഥാനത്താണ്. ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെയും ബ്രദർ, അതൊരു ഫോണല്ലേ, കേടായതല്ലേ, കടയിൽ കൂടെ നന്നാക്കിയ പോലെ. നമ്മൾ പറയുന്ന പോലെ എല്ലാ കാര്യത്തിലും ദൈവത്തിനൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ കർത്താവിൽ വിശ്വസിക്കുന്നതിന് വേണ്ടി ദൈവം അത് ചെയ്യും. നമ്മളത് ഉപയോഗിക്കുമ്പോൾ അത് കാണാൻ പറ്റും. കർത്താവ് അത് ചെയ്തതിന് നന്ദി. അതൊരു ചെറിയ സാക്ഷ്യമല്ല, വലിയ കാര്യം തന്നെയാണ്. കർത്താവ് ഒരു സാക്ഷ്യവും ചെറുതല്ല, അത് വലുത് തന്നെയാണ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും പറഞ്ഞു? ബ്രദറെ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ജർമ്മനിക്ക് പോകാൻ വേണ്ടി 2-3 ദിവസമേ ഉള്ളൂ. ക്യാഷ് റെഡി ആയില്ല. ഇത് കുറച്ച് രൂപ റെഡിയായി, അതുകൊണ്ട് അടച്ചു. ഏജൻസി ഇച്ചിരി സാവകാശം കൂടെ കൊടുത്തേക്കും. ദൈവം അത്ഭുതം ചെയ്തു. നീതിമാനം വിശ്വാസത്താൽ ജീവിക്കുന്ന പോലെ ആ വിശ്വാസത്താൽ അവരെല്ലാം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്ക് 1000 നന്ദി. 1000 താങ്ക് യു ഗോഡ്. കർത്താവിന് നന്ദി. കർത്താവ് ആ വഴി തുറന്നതിന് നന്ദി. ആ കർത്താവ് ആ രാജ്യത്തിലെ നന്മ പ്രാപിക്കട്ടെ. എല്ലാ തടസ്സവും മാറിയതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായിട്ട്?
പറഞ്ഞോ പറഞ്ഞോ. സാർ ഇന്നലെ പ്രാർത്ഥന ക്ലിയർ അല്ല സിസ്റ്ററെ, റേഞ്ച് കട്ടാവുന്നുണ്ട്, ക്ലിയർ അല്ല. ക്ലിയർ ആണ് സാർ. ഇപ്പൊ ക്ലിയറാ. ഇപ്പൊ ക്ലിയർ ഉണ്ടോ സാറേ? ഇപ്പൊ ക്ലിയർ. അതെ, എന്റെ മകനെ എഞ്ചിനീയറിംഗ് മൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിച്ചാണ് ഫസ്റ്റ്. അപ്പോൾ കോഴ്സെല്ലാം കഴിഞ്ഞ് ഇപ്പൊ 3 മാസത്തോളം ട്രെയിനിങ്ങിന് പോയി. 1 കൊല്ലത്തെ ട്രെയിനിങ് ആണ്. പക്ഷെ 3 മാസം പോയുള്ളൂ. പിന്നീട് സ്ഥലത്ത് നിന്ന് അവനോട് വരണ്ട, അവർക്ക് ഇത് എനിക്ക് നടക്കൂല എന്നിട്ട് ഒഴിവാക്കി. പിന്നെ അവനേരം പീടിയൊന്നും കിട്ടിയില്ല. ഇപ്പൊ 1 കൊല്ലത്തിന്റെ അടുത്ത് ഞാൻ വീട്ടിലിരിക്കുന്നത്. അപ്പൊ ഇന്നലെ ഞാൻ പ്രാർത്ഥനയ്ക്കിടയിൽ ഞാൻ അവന്റെ തലയെ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു, യേശുവിന്റെ തിരുമുറിവിനാൽ എന്റെ മകന് ജോലി വേണം കർത്താവേ, അവന് ജോലി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, നാളെ തന്നെ അവന് ഒരു വഴി എന്റെ ദൈവം തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് അവന്റെ അച്ഛൻ ജോലി ചെയ്യാൻ പോയ സ്ഥലത്ത് നിന്ന് ഒരാളോട് ഇങ്ങനെ ജോലി, ഇങ്ങനെ മൊബൈലിന്റെ കോഴ്സ് പഠിച്ചാണ്, അവന് ജോലി ഉണ്ടായിരുന്നു, വീട്ടിലിരിക്കുന്നതാണ്. അപ്പൊ അയാൾ പറഞ്ഞ് ഞാൻ അവനൊരു പീടിയിട്ട് കൊടുക്കാം, നിങ്ങൾ സ്ഥലം നോക്കി വെച്ച് അവന്റെ എല്ലാ കാര്യവും ഞാൻ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ ഇത് കേട്ടപ്പോ തന്നെ ഞാൻ എന്റെ ദൈവമേ സ്തോത്രം പറഞ്ഞു പോയി. ഇനി സാറൊന്നും അവന് വേണ്ടി പ്രാർത്ഥിക്കണം, കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും പ്രിയാൻ്റെ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞ് കുറേ നാളായിട്ട് ജോലി ഇല്ലാതിരിക്കുമായിരുന്നു. പക്ഷേ ഇന്നലത്തെ പ്രാർത്ഥനയിൽ കൈവച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ റിസൾട്ട് തന്നെ കാണും. ഒരാൾ ഇങ്ങോട്ട് വന്ന് പറയുകയാണ്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനും ഒന്നും കാണാതെ ഒരു സഹായം ചെയ്യത്തില്ല. പക്ഷേ ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞാൽ ഇത് ചെയ്തു തരാം, എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് ഒരാൾ പറയണമെങ്കിൽ നമുക്ക് വേണ്ടി ദൈവം വഴികളെയും വാതിലുകളെയും തുറക്കുന്ന ദൈവമാണ്. മുന്നോട്ടും പ്രാർത്ഥനയിലാണ് അത് അനുഗ്രഹമായെങ്കിൽ പ്രാർത്ഥനയിൽ തന്നെ ഉറ്റിരിക്കുക, കൂടെ ഇരിക്കുക. കർത്താവ് ഇനിയും അളവ് കൂടാതെ ദൈവം അനുഗ്രഹിക്കും. കർത്താവ് ബ്ലെസ് ചെയ്യട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ദേവാസനെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ കേക്കാവോ ദേവാസനെ? പറഞ്ഞു. പ്രാർത്ഥനാ വിഷയമാണോ? ഞാൻ ആദ്യമായിട്ടാണ്, എനിക്ക് വാട്സപ്പിൽ പെട്ടെന്ന് കയറാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നേരിട്ടൊന്ന് പറയാൻ വേണ്ടിയായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നത്തെ പ്രാർത്ഥനയൊക്കെ ഞാൻ പിന്നെ വാട്സപ്പിൽ പറഞ്ഞോളാം. ഇതൊന്ന് കേൾക്കാവോ ദേവാസനെ? പറഞ്ഞു. ദേവാസനെ, എന്റെ മോള് ജർമ്മനി പോയി നേഴ്സിങ്ങിന് പഠിക്കാൻ വേണ്ടി അവള് +2 കഴിഞ്ഞ് ജർമ്മൻ ഭാഷ പഠിക്കുവായിരുന്നേ. കേക്കാവോ ദേവാസനെ? കേക്കാം. ജർമ്മൻ ഭാഷ പഠിക്കായിരുന്നു. അവളിപ്പോ 2 വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട് പഠിത്തമെല്ലാം കഴിഞ്ഞു. അവൾക്ക് പരീക്ഷ 2-3 പ്രാവശ്യം എഴുതിയിട്ടും കിട്ടിയില്ല. അത് B1 ആണ് അവൾ എഴുതുന്നത്. B1-ന്റെ 3 വിഷയം കിട്ടി. ഇപ്പൊ ഒരു വിഷയം കൂടെ കിട്ടാനുണ്ട്. അത് ഈ ജൂലൈ 18-ാം തീയതിയാണ് അവിടെ എക്സാം ചെന്നൈ വെച്ച് നടക്കുന്നു. അത് പാസ്സാകാൻ വേണ്ടി ദിവസം പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും കർത്താവ് അത് അത്ഭുതമാക്കി തീർക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പരീക്ഷയുടെ മേൽ പരിശുദ്ധാത്മാവെ അങ്ങ് പ്രവർത്തിക്കുന്നതിന് നന്ദി, ജയം കൊടുക്കുന്നതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? പറഞ്ഞു. ഹലോ, പറഞ്ഞു. ബ്രദറെ, ഞാൻ മാൾട്ടയിൽ നിന്നാണ് സംസാരിക്കുന്നത്. എൻ്റെ പേര് ബിന്ദുകുമാരി. ഞാൻ ഇന്നലെ വാട്സപ്പിൽ എൻ്റെ ഒരു റിക്വസ്റ്റ് വിട്ടിരുന്നു. എൻ്റെ ഇവിടെ നേഴ്സായി കയറാനായിട്ട് ഞാൻ കുറെ സർട്ടിഫിക്കറ്റിന് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് എൻ്റെ നേഴ്സിംഗ് കൗൺസിലിന് നിന്ന് വരാനായിട്ട്. പക്ഷെ അതിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. അപ്പം ഞാൻ ഈ ഒരു വിഷയം വെച്ച് റിക്വസ്റ്റ് വിട്ടപ്പം ബ്രദർ എനിക്ക് തിരിച്ചൊരു മെസ്സേജ് പാസ് ചെയ്തായിരുന്നു, സിസ്റ്റർ അത്ഭുതം കാണുമെന്ന്. അപ്പം ഇവിടെ എന്നാലും രാത്രി 12 മണി കഴിഞ്ഞിരുന്നു. അത് ഞാൻ കേട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഉറങ്ങാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ വലിയൊരു കറുത്ത പാമ്പിനെ സ്വപ്നത്തിൽ കണ്ടു. അതിങ്ങനെ വീടിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ നിവർന്നിങ്ങനെ കിടക്കുന്നു. അപ്പൊ ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് കണ്ട് ഞാൻ അതിനെ കുറച്ച് സമയം നോക്കി. അപ്പൊ
അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആ കാര്യം വിട്ടുപോയി. അപ്പം വീണ്ടും അത് ഓർമ്മ വന്ന് ഇതെന്താ ഇങ്ങനെ വന്ന് കിടക്കുന്നതെന്നും കണ്ട് വീണ്ടും വന്ന് ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്കിന് ആ പാമ്പ് അവിടെ വീണ്ടും കിടക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ അതിനെ അടിക്കാനായിട്ട് ഒരു വടിയുമായിട്ട് ചെന്നപ്പോഴത്തേക്കിന് അത് ഒരു കച്ചി പോലുള്ള എന്തോ ഒരു സംഭവം കാണുന്ന അതിനകത്തോട്ട് കയറി ഒളിക്കാൻ ശ്രമിക്കുന്നത് ഒരു സ്വപ്നം ഇന്നലെ ഞാൻ കണ്ടു. ഹലോ, പറഞ്ഞു സിസ്റ്ററെ. ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ടു ബ്രദറെ. എനിക്ക് എന്താ അതിന്റെ അർത്ഥം എന്നൊന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഒരു സ്വപ്നം ഇന്നലെ ഞാൻ കണ്ടു. സിസ്റ്റർ ഈ ദിവസങ്ങളിൽ വേറെ ഒന്നും നോക്കണ്ട. പിശാചിൻ്റെ പല തന്ത്രങ്ങളാണ് സ്വപ്നത്തിലൂടെ കാണുന്നത്. സിസ്റ്റർ ഒന്ന് കർത്താവ് അത്ഭുതം ചെയ്യുന്ന ഒരു ആലോചന ഉണ്ടെങ്കിൽ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, അത് പറഞ്ഞുകൊണ്ടിരിക്കുക. വേറെ എന്ത് കണ്ടാലും യേശുവിൻ്റെ നാമത്തിൽ ഞാനതിനെ ബ്രേക്ക് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. വേറെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട. നമ്മളോട് കർത്താവ് ഇടപെട്ടത് അത്ഭുതമാണ്. പിശാച് നമ്മളെ കാണിക്കുന്നത് അത്ഭുതം നടക്കത്തില്ലെന്നാണ്. നമ്മൾ കർത്താവിനെ വിശ്വസിക്കുക, അത് പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം അവിടെ അത്ഭുതം ചെയ്യുവാൻ ഇടയായിത്തീരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം സാക്ഷ്യങ്ങളിലേക്ക് പോകാം. പ്രയർ റിക്വസ്റ്റ് ഞാൻ പറയരുതെന്ന് പറയാൻ കാരണം സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്. ഒരാൾ പറഞ്ഞാൽ മറ്റേ ഇന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിന് സാക്ഷ്യം പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ചുരുക്കി പറയണം. സമയപരിമിതിയാണ് നമുക്ക് ഏറ്റവും വലുത്. എനിക്ക് ഇത് രാത്രി വരെ പോയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളെല്ലാവരെയും കൂടെ മാനിക്കണം. പല ആൾക്കാരും ജോലിക്കിടയിൽ നിന്ന് കേൾക്കുന്നവരുണ്ട്, അവർ ഒത്തിരി റിസ്ക് എടുത്ത് കേൾക്കുന്നവരുണ്ട്. പല സ്ഥലങ്ങളിലും രാത്രിയാണ്, ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട്, നാളെ ജോലിക്ക് പോകേണ്ടവരൊക്കെയുണ്ട്. അങ്ങനെ പല സമയത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ചിലപ്പം പറയുന്ന ഒരാൾക്ക് ചിലപ്പം ഒത്തിരി സമയം ഉണ്ടായിരിക്കും, പക്ഷെ ബാക്കിയുള്ളവരെ കൊണ്ട് നമ്മൾ മാനിക്കണം. സമയം ഇതായതുകൊണ്ടാണ്. ശ്രദ്ധിക്കുക. സാക്ഷ്യം ഉണ്ടെങ്കിൽ ചുരുക്കം വാക്കിൽ കർത്താവ് ഇതായിരുന്നു എൻ്റെ വിഷയം, ദൈവം എനിക്ക് ചെയ്തു, അതുകൊണ്ട് അങ്ങനെ പറയുക. നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകൾ പറയരുത്, എടുത്തെടുത്ത് ഞാൻ പറയുകയാണ്. അതിനാണ് വാട്സാപ്പ്. അതാണ് ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറുപടി തരാൻ എളുപ്പമാണ്. ഇപ്പോൾ ഒരാൾ പറയും, മറ്റൊരാൾ പറയും, അതിങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. സാക്ഷ്യം ഉണ്ടെങ്കിൽ പറയുക, ഇല്ലെങ്കിൽ നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ ഉള്ളവർ പറഞ്ഞാട്ടെ. പറഞ്ഞു പറഞ്ഞു കേൾക്കുന്നുണ്ടോ? പറഞ്ഞു സിസ്റ്ററെ. രാഹുലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന രാഹുലിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ രാഹുൽ എന്ന് പറഞ്ഞ എന്റെ മോനാണ്. അപ്പൊ മോന് വേണ്ടി ആണെന്നുള്ള ഞാൻ അതങ്ങ് ഏറ്റെടുത്തു. ആമീൻ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും സിസ്റ്റർ അത് ഏറ്റെടുത്തോണം. കർത്താവിൻ്റെ ആലോചന ഏറ്റെടുത്തോണം. അവന് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഈ ദിവസങ്ങളിൽ അതിൻ്റെ നിവൃത്തി ദൈവം തൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും കർത്താവ് തന്നെയാണ് ഇടപെട്ടത്. അതേപോലെ കർത്താവിൻ്റെ പ്രവൃത്തി കാണാൻ പറ്റും. ഏറ്റെടുത്തോ കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് എനിക്കൊരു സാക്ഷ്യമുണ്ട്. എൻ്റെ പേര് സുനിത. ഞാൻ കോട്ടയത്ത് നിന്ന് വിളിക്കുവാണ്. ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ചെയ്യുന്നപ്പോ കഴിഞ്ഞ ദിവസം എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് ഭയങ്കരമായിട്ടൊരു ഭാരമായിരുന്നു. എനിക്ക് ജോലി ചെയ്യാൻ പോലും ബുദ്ധിമുട്ടായിട്ട് വയറിന് ഭയങ്കര വേദനയായിട്ട് ഇരിക്കുവായിരുന്നു. ഒരു മിനിറ്റ് മ്യൂട്ട് ആയി പോകുന്നുണ്ടെന്ന് ഓപ്പൺ ആക്കോ സിസ്റ്റർ? കേൾക്കുന്നുണ്ടോ? ഓഡിയോ പറഞ്ഞു. കേൾക്കാം. ഫസ്റ്റ് ഞാനപ്പോ വയറെ കൈവച്ചിട്ട് എന്റെ തിരുമുറിവിനാൽ യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം തന്നതിന് ശേഷം നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 5 മിനിറ്റിനുള്ളിൽ എന്റെ വയറിന്റെ വേദന അസ്വസ്ഥതകളെല്ലാം മാറിപ്പോയി. സൗഖ്യം തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ആമേൻ. വലിയ സാക്ഷ്യം തന്നെയാണ് പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ. ആദ്യം പ്രാർത്ഥിച്ചു, പക്ഷെ വേദന മാറിയില്ല, പക്ഷെ വിട്ടുകൊടുത്തില്ല. പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു യേശുവിൻ്റെ തിരുമുറിവിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇൻസ്റ്റൻ്റ്ലി ആ വേദന അപ്രതീക്ഷിതമായി. കർത്താവ് കൊടുത്ത സൗഖ്യത്തിനും വേദനയിൽ നിന്നുള്ള മോചനത്തിനും നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്കുണ്ടൊരു സാക്ഷ്യം പറയാന്. ഞാൻ എഴുതി അയച്ചായിരുന്നു. എന്റെ സണ്ണിൻലോയ്ക്ക് ജോബ് ഓഫർ കിട്ടിയെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞായിരുന്നു. എപ്പോഴും പ്രശ്നമുള്ളതായിരുന്നു ജോബിന്. പക്ഷെ ഈ പ്രാവശ്യം ട്രെയിനിങ്ങിന് കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ഒരു അവാർഡും കിട്ടി. നല്ലതായിട്ട് എക്സെപ്ഷണലായിട്ട് ചെയ്തതിന് 4 പേർ കിട്ടി. അതിൽ ഒരാൾ അവനായിരുന്നു. പിന്നെ അവന് ഫസ്റ്റ് സാലറിയും കിട്ടി. അത് ഒത്തിരിയും ഒരു അത്ഭുതം പോലെയാണ്. ഒത്തിരി ദൈവം അനുഗ്രഹിച്ച അവന്. നന്ദി കർത്താവേ. നന്ദി കർത്താവേ. ദൈവമേ അങ്ങ് ഇടപെട്ടതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് സ്പർശിച്ചതിന് നന്ദി പറയുന്നു. ആ ഒരു വിഷയം വലിയൊരു ഭാരമായിരുന്നല്ലോ, അത് മാറ്റിയതിന് നന്ദി, സാക്ഷ്യമാക്കിയതിന് നന്ദി കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ?
ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞോ. ബ്രദറെ, എനിക്കൊരു 10 വർഷത്തിൽ കൂടുതലായി എൻ്റെ മുട്ട് രണ്ടും തേയ്മാനമായിരുന്നു. അതുപോലെ ഉപ്പൂറ്റിയിൽ എല്ല് വളർന്നു. അപ്പോഴത്തെ കാലൊന്നും തറയെ തൊടാൻ പറ്റത്തേയില്ലായിരുന്നു. രാവിലെ എണീക്കുമ്പോഴും നടക്കാൻ പറ്റത്തില്ല, അല്ലാതെ ഇരുന്നിട്ട് എഴുതുമ്പോൾ നടക്കാൻ ഒട്ടുമേ പറ്റത്തില്ലായിരുന്നു. പിന്നെ ദേവദാസിന്റെ ഈ വചനങ്ങളൊക്കെ കേട്ട് ഞാൻ എഴുതി വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. യേശുവിന്റെ തിരുമുഴനാൽ എനിക്ക് സൗഖ്യം തരണം, എനിക്ക് മുട്ട് കുത്തിയിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്തായാലും ഇന്ന് എനിക്ക് ആലയ ചർച്ചിൽ പോയപ്പോഴേ എനിക്ക് എന്തോ ദൈവം വലിയൊരു വിടുതലെന്ന് വെച്ചാൽ എനിക്ക് നൃത്തം ചെയ്തെന്ന് ആരാധിക്കാൻ പറ്റി. ഒരു വലിയ എനിക്ക് ഇന്നിപ്പോൾ സുഖമായിട്ട് നടക്കാം. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് സമയം ഇരുന്ന് പ്രാർത്ഥന കേൾക്കാൻ ഒന്നും പറ്റത്തില്ല. ഞാൻ കിടന്ന് ഈ ഒരാഴ്ചയായുള്ളൂ, ഞാൻ ഒരാഴ്ച 1.5 ആഴ്ചയായുള്ളൂ ഈ പ്രയറിൽ ഞാൻ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട്. ഈ 2 ദിവസം ഫാസ്റ്റിങ് പ്രയർ ആയിരുന്നു ചർച്ചില്. അപ്പം ഞാൻ അന്നേരം ദൈവത്തോട് പറഞ്ഞു, ദൈവം എനിക്ക് മുട്ടുമേലിരുന്ന് ദൈവത്തെ ഈ 2 ദിവസം എനിക്ക് മുട്ടുമേലിരുന്ന് ദൈവത്തെ ആരാധിക്കാനും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സൗഖ്യമാണ് ദൈവം എനിക്ക് തന്നത്. എനിക്കിപ്പം കൊച്ചുകുട്ടികളെ പോലും, എനിക്ക് വയസ്സ് 57ആയി, കൊച്ചുകുട്ടികളെ പോലും ഓടി നടക്കാൻ ദൈവം എനിക്ക് ശക്തി തന്നു, ബലം തന്നു. എൻ്റെ നടുവിൻ്റെ വേദനയെല്ലാം മാറി. അല്ലെ ഈ സമയത്തൊക്കെ എനിക്ക് ഇങ്ങനെ ഇരുന്ന് പ്രയർ കേൾക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. ദൈവം എനിക്ക് വലിയ ഒരു വിടുതൽ തന്നിരിക്കുന്നു. ദൈവത്തിന് 100,000 മഹത്വം. ദൈവദാസൻ ആമേൻ. തീർച്ചയായിട്ടും പറയാം. എൻ്റെ പറഞ്ഞ പോലെ 10 വർഷമായിട്ട് മുട്ടിന് തേയ്മാനം ഉണ്ടായിരുന്നു, ഉപ്പൂറ്റിക്ക് അസ്ഥി വളരുന്നുണ്ടായിരുന്നു, നടക്കാനോ മുട്ടുകുത്തി നിൽക്കാനോ ഒന്നും വലിയ ബുദ്ധിമുട്ടായിരുന്നു, കിടപ്പ് തന്നെയായിരുന്നു, നടുവിന് ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. എന്നാലോചിച്ച് നോക്കി നിങ്ങൾ ആ സാക്ഷ്യം കേട്ടൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, തേയ്മാനം എന്ന് പറഞ്ഞാൽ ഇത് റീസ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അത് ഒരിക്കലും ഒരസ്ഥി തേഞ്ഞാൽ പിന്നെ അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, മെഡിക്കൽ സയൻസിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ ഇന്ന് നടക്കാനും ഓടാനും ബ്രാൻഡ് പറഞ്ഞ പോലെ 57 വയസ്സുണ്ട്, പക്ഷേ പിള്ളേരെ പോലെ ഓടി നടന്ന് ചാടി 10 വർഷമായിട്ടിരുന്ന ആളാന്ന് ഓർത്തോണം. 10 വർഷമായിട്ട് രോഗിയായിരുന്ന ആളാണ്. ഇപ്പം ഈ ഒരാഴ്ച നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ തുടങ്ങി, വചനം കേൾക്കാൻ തുടങ്ങി, വചനത്തിൽ ബലപ്പെടാൻ തുടങ്ങി, വചനം എങ്ങനെ ഉപയോഗിക്കുവാൻ തുടങ്ങി. ആ സൗഖ്യം കണ്ടു. പറഞ്ഞതുപോലെ തന്നെ വളരെ സന്തോഷത്തോടെ നടുവേദന ഉണ്ടായിരുന്നു, ശാരീരിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അസ്ഥി വളർച്ച ഉണ്ടായിരുന്നു. അതൊക്കെയും യേശു സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി, അത്ഭുതത്തിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു പറഞ്ഞു സിസ്റ്റർ. ഓക്കെ, പറഞ്ഞു. രണ്ടുപേരും മ്യൂട്ട് മാറ്റി പറഞ്ഞു. എനിക്കിപ്പോ 3-4 ദിവസം വെള്ളിയാഴ്ച പ്രയർ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അന്ന് എനിക്ക് ഇതിപ്പോ 3-4 ദിവസം ഇതിലൊന്നും എനിക്ക് കിട്ടാൻ വഴിയില്ല. സൂം മീറ്റിംഗ് ഒരുപാട് ടെൻഷൻ, ഇതിനോട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. പിന്നെ ഇന്നിപ്പോ കിട്ടിയപ്പോ വലിയൊരു സന്തോഷം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലാണ് ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഇന്നലെ രാവിലെ എനിക്ക് കടുത്ത വയറുവേദന. കാലത്ത് 11 മണിക്കാണ് കഞ്ഞി കുടിച്ചു. അതിന് ശേഷം ഇന്നലെ രാത്രി 9 മണിക്കാണ് 2 ബ്രെഡിന്റെ കഷ്ണം കട്ടൻ ചായയിൽ മുക്കി കഴിച്ചിട്ട് അതുവരെ ഒന്നും ഭക്ഷണമേ കഴിക്കാൻ പറ്റില്ല. എന്നാൽ ടോയ്ലറ്റൊന്നും പോലില്ല, വയറ് ഭയങ്കര വേദന. പിന്നെ ഈ യൂട്യൂബിലെ വചനങ്ങളൊക്കെ അങ്ങനെ കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കാലത്ത് എണ്ണിക്കാനും അതിൻ്റെ കൂടെ കൂടി പനിയും വന്നിട്ടുണ്ടായിരുന്നു, തലവേദനയും പനിയും. കാലത്ത് 7:30 മണിക്കാണ് ഞാൻ എണീച്ചത്. അതിനുശേഷം ഈ പ്രാർത്ഥന എല്ലൊക്കെ കഴിക്കഴിഞ്ഞ് പ്രാർത്ഥന കേട്ടുകൊണ്ടേയിരുന്നു. വചനങ്ങളൊക്കെ അങ്ങനെ കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. നല്ല ഉഷാറായി, നല്ലൊരു ശക്തി തന്നു ദൈവം. വയറുവേദന എങ്ങനെ പോയിന്നേ എനിക്കറിയില്ല. ആ പ്രാർത്ഥനയ്ക്ക് അത്രയും വലിയൊരു ശക്തിയുണ്ട്. ബ്രദർ ഇന്നലെ കൂടെ അയച്ചു തന്ന പ്രാർത്ഥനയൊക്കെ നല്ലപോലെ കേട്ടു. അതൊക്കെ നോട്ട്ബുക്കിൽ എഴുതിയെടുത്തു, പ്രാർത്ഥിച്ചു. ഞാൻ അനേകം പേർക്ക് ഇത് അയച്ചു കൊടുക്കണമുണ്ട്. എന്തായാലും കാര്യങ്ങളൊക്കെ എല്ലാം നന്നായ വചനങ്ങളെ എങ്ങനെ പഠിക്കണം, പ്രാർത്ഥിക്കണം പറഞ്ഞു തരുന്ന ദേവദാസൻ നമ്മുടെ ബ്രദറിനും കോടി നന്ദി പറയും. എത്ര പറഞ്ഞാലും തീരില്ല. എന്താ പറയാ, ആ വചനങ്ങൾക്ക് അത്ര ശക്തിയുണ്ട്. ഒരുപാട് നന്ദി പറയണം. നന്ദി കർത്താവേ. പ്രിയ സഹോദരി പറഞ്ഞതുപോലെ, നിങ്ങൾ കേട്ടതുപോലെ തന്നെ അത്രയും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ വചനം കേട്ടപ്പോൾ സൗഖ്യമായി. ഈ കർത്താവ് എന്ത് സിസ്റ്റർ പറഞ്ഞാൽ ഉഷാറായി, ശരീരം മുഴുവനും ബലമുണ്ടായി. സൗഖ്യം കൊടുത്തതിന് നന്ദി, ക്ഷീണം മാറ്റിന് നന്ദി, തളർച്ച മാറ്റിന് നന്ദി, കർത്താവ് തൊട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു പറേ പറഞ്ഞു പറേ ഞാനിത് എൻ്റെ പെങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്. ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. ബ്രദറിന്റെ ഈ മെസ്സേജ് യൂട്യൂബിലത് കാണുമായിരുന്നു. അവളാണ് എനിക്ക് ഈ സൂം മീറ്റിംഗ് ലിങ്ക് അയച്ചു തന്നത്. അവൾക്ക് സൂം മീറ്റിംഗ് കയറാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അവളിങ്ങനെ മെസ്സേജ് ഒക്കെ കേട്ടപ്പോൾ അവളുടെ വീട്ടിൽ ഇങ്ങനെ
മുസ്ലിംസിന്റെ ആചാരപ്രകാരം വെച്ച കുറെ സാധനങ്ങൾ വന്നിരുന്നു. അതൊക്കെ എടുത്ത് കളഞ്ഞു. അപ്പം അവളുടെ ഇളയ മോളുടെ മോന്റെ കഴുത്തിൽ ഇങ്ങനെ അവരെന്തോ ചെയ്ത് കെട്ടിയൊരു തകിടം ഉണ്ടായിരുന്നു. അപ്പം ഇത് ഇവർക്ക് എടുത്തു കളയാൻ പറയാൻ പറ്റും, കാരണം അവർക്ക് മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിലായതുകൊണ്ട് അവർ സമ്മതിക്കില്ല. അപ്പോൾ അവർ പ്രാർത്ഥിച്ചു യേശുവിന്റെ നാമത്തിൽ തന്നെ അഴിച്ചു കളയാൻ ആ കൊച്ചിന് മനസ്സുണ്ടാകാമെന്ന്. ഇങ്ങനെ ഒരു കുറച്ച് നാൾ ഇങ്ങനെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊച്ചു പറഞ്ഞു, മമ്മി ഇത് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവുക, ഞാനിത് പൊട്ടിച്ചു കളയാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനത് പൊട്ടിച്ച് ദൂരെ ഇറക്കി കഴിഞ്ഞു. അപ്പം പിന്നെ അവൾക്ക് വേറെ അവളുടെ വീടിൻ്റെ അടുത്തൊരു പട്ടിയുണ്ടായിരുന്നു, അവൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ചെയ്യായിരുന്നു അവളെ. അപ്പോൾ എന്തോ ഒരു സാക്ഷ്യം കേട്ടിട്ട് അവൾ യേശുവിൻ്റെ നാമത്തിൽ ഇങ്ങനെ കൽപ്പിച്ച് പ്രാർത്ഥിച്ച് ആ പട്ടിനെ അവർ വേറൊരു എറണാകുളത്തിനാണ് താമസിക്കുന്നത്, വേറെ 10 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു ഗ്രാമത്തിൽ കൊണ്ടുപോയി അവരവരുടെ തറവാട്ട് വീട് വിട്ടു. അപ്പം അവളും ഞാനും എൻ്റെ കുടുംബം ഈ സിസ്റ്ററിനെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ അളിയനും പിള്ളേരെല്ലാം യേശുവിനെ അറിയാൻ വേണ്ടി ബ്രദറും എല്ലാവരും പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവ്. ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും കർത്താവിലേക്ക് കുടുംബമായിട്ട് പ്രാർത്ഥനയിലേക്ക് വിശ്വാസത്തിൽ വരുവാൻ ദൈവം ഇടയാക്കട്ടെ. ഇനിയും വിശ്വാസത്തിൽ വളരുവാൻ തലമുറകളെയൊക്കെയും ആ പറഞ്ഞ സഹോദരിനെയും കുടുംബത്തെയൊക്കെയും കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് എന്ന കുടുംബത്തിന് വേണ്ടിയൊക്കെയും പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. സാക്ഷ്യമാണോ? അല്ല, ഞാൻ പത്തനംതിട്ട. അപ്പം കഴിഞ്ഞ ദിവസം ഒരു ബൈബിള് വേണമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല. ബൈബിള് കൊടുക്കേണ്ട ആളല്ലേ? അതെ. ഓക്കെ, ആ സഹോദരി ഉണ്ടെങ്കിൽ എനിക്കിന്ന് വാട്സാപ്പിലേക്ക് 2 പേരും എനിക്കിന്ന് മെസ്സേജ് അയയ്ക്കുക. ഇന്ന് തന്നെ അയയ്ക്കുക. ഞാൻ നോക്കിയിട്ട് ആർക്കാണോ വചനം വേണ്ടത് ആ അഡ്രസ്സ് ഞാൻ അല്ലെങ്കിൽ ഫോൺ നമ്പർ ഞാൻ പരസ്പരം തരാം. നിങ്ങൾ തമ്മിൽ സിസ്റ്റർ ഉണ്ടോ? ബൈബിള് വേണ്ട ആളുണ്ടോ? അതെ ബ്രദറെ, ഞാനായിരുന്നു പറഞ്ഞിരുന്നേ, പത്തനംതിട്ട സുമ എന്ന് പറഞ്ഞു. ഓക്കെ, ഒരു കാര്യം സിസ്റ്റർ, സുമ സിസ്റ്റർ എനിക്കിന്ന് മെസ്സേജ് അയക്കണം, മേഴ്സി സിസ്റ്ററും എനിക്ക് മെസ്സേജ് അയക്കണം. എൻ്റെ 2 പേരുടെയും ഞാൻ വാട്സാപ്പ് നമ്പർ പരസ്പരം അയച്ചു തരാം. എന്നിട്ട് നിങ്ങൾ ബൈബിള് മേടിച്ചു കൊടുക്കുക. വലിയ അനുഗ്രഹമാണ്. ആ സഹോദരി ചെയ്ത വലിയ ശുശ്രൂഷയാണ്. ഒരു ബൈബിൾ കൊടുക്കുക എന്നുള്ളത് യേശുവിനെ ദൈവത്തെ കൊടുക്കുന്ന പോലെ തന്നെയാണ്. അതുപോലെ ഏതാ വാട്സാപ്പിൽ അഡ്രസ് ആണോ അയച്ചു തരേണ്ടത്, നമ്പറോ? അല്ലല്ല സിസ്റ്റർ, എനിക്ക് വോയിസ് അയച്ചാൽ മതി, അല്ലെങ്കിൽ വിഷയം പറഞ്ഞാൽ ബൈബിളിന് വേണ്ടിയാണെന്ന് എനിക്ക് അയച്ചാൽ മതി. മേഴ്സി സിസ്റ്റർ ബൈബിൾ കൊടുക്കാനെന്ന് പറഞ്ഞാൽ അയച്ചാൽ മതി. എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്, കാര്യം ഒത്തിരി മെസ്സേജ് കിടക്കുന്നതുകൊണ്ടാണ്. അപ്പം ഞാൻ 2 പേരെയും പരസ്പരം കണക്ട് ചെയ്തോളാം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞു ബ്രദറെ, ഇന്ന് ശ്രേയയുടെ പിറന്നാളാണ്, ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കൂ. തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അങ്ങ് കൊടുത്ത ആയുസ്സാണല്ലോ, ജീവനാണല്ലോ കർത്താവെ, മുന്നോട്ട് കർത്താവെ നന്മയായി നടക്കട്ടെ, ദീർഘായുസ് കൊണ്ട് തൃപ്തി വരട്ടെ. ജീവിക്കുന്ന കാലത്തോളം കർത്താവിൻ്റെ സന്തോഷത്തിലും സമാധാനത്തിലും മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കുന്നതിന് നന്ദി പറയുന്നു. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുഞ്ഞിനെ ബ്ലസ് ചെയ്യുന്നതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. ബ്രദറെ, എന്റെ മോൾക്ക് ചെറുമോള് പരീക്ഷ എഴുതിനകത്ത് ഒരു വിഷയം അവൾക്ക് പോയിട്ടുണ്ട്. അതിന്റെ പരീക്ഷ മറ്റന്നാ 2-ാം തീയതിയാ. അപ്പൊ അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ പരീക്ഷ ഉള്ളവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. പ്രിയ ആൻറ്റി പറഞ്ഞ മോളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജയം അവിടെ ഉണ്ടാകട്ടെ. ആ പരീക്ഷ എഴുതുന്ന സമയത്ത് കർത്താവ് പരാജയം മാറിപ്പോകട്ടെ, പരാജയത്തിൻ്റെ എല്ലാം തകർന്നു പോകട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങ് അത്ഭുതമാക്കുന്നതിന് നന്ദി പറയുന്നു, അനുഗ്രഹിക്കുന്നു. ജയം തന്നതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയുടെ പോലെ എനിക്കറിയാം സാക്ഷ്യം ഇനിയുണ്ട്. നാളെ നമുക്ക് എല്ലാവർക്കും വീണ്ടും സാക്ഷ്യങ്ങൾ കേൾക്കാം. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, എനിക്കും ഇന്നിവിടെ നല്ലതായിട്ടൊരു തിരക്കുണ്ട്. അപ്പോൾ കൃപയാൽ നമുക്ക് നാളെ ബാക്കിയുള്ള സാക്ഷ്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും പറയണം. ഒരു സാക്ഷ്യം പോലും മിസ്സാകരുത്. കർത്താവ് ചെയ്ത ഒരു കാര്യം പോലും പറയാതിരിക്കരുത്. നമുക്ക് നാളെ തുടർമാനമായിട്ട് സാക്ഷ്യങ്ങൾ കേൾക്കാം. അപ്പം കർത്താവിൻ്റെ കൃപയാൽ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. ലൈവിൽ കാണുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ബ്ലസ് ചെയ്യുന്നു. നിങ്ങൾക്ക് യൂട്യൂബിലാണെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് ഉണ്ട്, ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, വാട്സാപ്പിൻ്റെ. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പ്രാർത്ഥന ലിങ്കുകളെ. പ്രാർത്ഥനയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ
അതിൻ്റെ ഒക്കെയും ഡീറ്റെയിൽസ് അവിടെ വരുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്ക് മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവ് നമ്മുടെ മുമ്പിൽ അത് തുറന്നു തരും. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്ത